ഒരു 15 മിനിറ്റ്. ഓക്കെ. പ്രിയ 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 ലേറ്റ് ആകുന്നു. ഓ, അപ്പോൾ ആശാട്ടി പിണക്കത്തിലാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ മാത്രമേ ഉപ്പുള്ളോ അതോ ലഞ്ചിലും ഇങ്ങനെയാണോ? അല്ല, കൂടെയുള്ളവർക്ക് കറികൾ കൊടുക്കാമോ എന്നറിയാൻ വേണ്ടിയാ. കാര്യം ഗുരുതരമാണല്ലോ. പ്രിയ പ്രിയ ഈ ഉപ്പ് ചേർന്ന് ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്താൽ തന്റെ ഈ പിണക്കം മാറുമോ? ഓക്കെ ഫൈൻ, പറ, ഞാൻ എന്താ ചെയ്യണ്ടേ തന്റെ പിണക്കം മാറ്റാൻ? ഡോ പ്രിയ, നേരം പോയല്ലോ. സ്റ്റിൽ മൂഡ് ഓഫ്. വേണ്ട, ഇങ്ങനെ ഡോറൊന്നും പൂട്ടാതെ നിന്നാൽ കള്ളന്മാര് കയറിയാൽ പോലും അറിയില്ലല്ലോ. ഓ, തല്ലി പൊട്ടിക്കണ്ട, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നീ പോയ പാറു, നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. ആരെ കാര്യമൊന്നും അല്ലല്ലോ പ്രിങ്കു. മനുഷ്യന്മാരാകുമ്പോൾ ദേഷ്യമൊക്കെ വരും. അതിന് നീ ഇത്രയും ദിവസം പിണങ്ങിയിരിക്കേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിൽ ഒന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പെരുമാറാൻ പറ്റില്ല പാറു. എന്റെ ദേഷ്യം അങ്ങനെയൊന്നും പോകില്ല. ഓ, അപ്പോൾ നിനക്ക് ദേഷ്യം വരാൻ ചേട്ടന് പറ്റില്ല അല്ലേ? നീ വെച്ചിട്ട് പോ. എതുവേട്ടാ, എതുവേട്ടാ, എവിടാ? റൂമിൽ നിന്നാണോ? എതുവേട്ടാ, അപ്പോൾ പിണക്കമൊക്കെ മാറ്റി വെക്കാൻ ചേച്ചിക്ക് പറ്റുമല്ലേ? വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി തോട്ടക്കമ്പേ? വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? മതി നിന്റെ മൗനവ്രതം. അവൾ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ പിണങ്ങിയാൽ 10 മിനിറ്റിനുള്ളിൽ ഞാൻ വീണ്ടണം. തിരിച്ചാണെങ്കിൽ ലോകത്തെങ്ങുമില്ലാത്ത ഡിമാൻഡ്. 2 ദിവസമായി ഈ മോന്തെ വലിച്ചു കിട്ടി നടക്കാൻ തുടങ്ങിയിട്ട്. മതി മതി, ആക്കിക്കോ. പ്രിയ, എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട്? എന്താ എന്റെ പിണക്കം മാറ്റാഞ്ഞത്? ഇത് നല്ല കൂത്ത്. പിണക്കം മാറ്റാൻ വേണ്ടി 2 ദിവസമായിട്ട് ഒരു പട്ടിയെ പോലെ നിന്റെ പുറകെ നടന്നത് പിന്നെ ആരാടി? ഒന്നും മിണ്ടണ്ട. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളന്ന് എന്നോട് ചാടിയത്. പ്രിയ, സോറി. ഞാനന്ന് നല്ല ടെൻഷനിലായിരുന്നു. ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ നീ അല്ലാതെ എനിക്ക് ആരടിയുള്ളത്? നീ ആദ്യമായിട്ടല്ലല്ലോ അന്ന് എന്റെ ദേഷ്യം കണ്ടത്. അന്ന് എനിക്ക് തീരെ കൺട്രോൾ കിട്ടിയില്ല. എന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറഞ്ഞു. സോറി പ്രിയ, ഇനി ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയില്ല. കാരണം ദേഷ്യവും ടെൻഷനും ഒരുമിച്ച് വന്നാൽ ചില നേരത്തെ എന്റെ കയ്യിൽ നിന്ന് പോകും. ഇത്തവണ നീ ക്ഷമിക്കെന്തായാലും. അടുത്ത തവണ നീ പിന്നെയും ക്ഷമിക്ക്. അത് കഴിഞ്ഞ് നീ വീണ്ടും ക്ഷമിക്ക്. ഇപ്പോൾ പിണക്കം മാറിയോ? ഇല്ല. ആഹാ, എന്നാ പിന്നെ പിണക്കം മാറ്റിയിട്ട് തന്നെ കാര്യം. ഇതെന്താ ഐസ്ക്രീം ഒക്കെ? ഇത് വെക്കാനാണോ വന്നപ്പോൾ തന്നെ ഫ്രിഡ്ജ് തുറന്നേ? 2 ദിവസത്തെ പിണക്കം അവസാനിച്ചത് ഐസ്ക്രീം കഴിച്ച് ആഘോഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് പിണക്കം മാറുമെന്ന് ഉറപ്പായിരുന്നു? ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചായിരുന്നു വന്നത്. എന്താടി തോട്ടക്കമ്പേ? പോടാ നുണക്കുഴിയ. അങ്ങനെ ഒരുത്തന്റെ സുഖജീവിതത്തിന് തിരശീല വീണു. തമാശ പറഞ്ഞ പെണ്ണെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങൾക്കും പറയാം ജീവിതം നായനക്കിയെന്ന്. നിന്റെ ജീവിതം എന്തായാലും നായനക്കിയിട്ടില്ല. അതെന്തേ? ഈ ഫോട്ടോ നോക്ക്.
ഇത് നിന്റെ ഇപ്പോഴത്തെ കോലം. ഇത് നമ്മുടെ കല്യാണ ദിവസത്തെ നിന്റെ കോലം. സീ ദ ഡിഫറൻസ്. അന്നത്തെ നീയും ഇന്നത്തെ നീയും നല്ല വ്യത്യാസമില്ലേ? അതെ, അന്ന് ഞാൻ സ്ലിം ബ്യൂട്ടി ആയിരുന്നു. ഇപ്പോൾ തടിച്ചുരുണ്ടും. നിങ്ങളെ കെട്ടിയ പിന്നെയാ. അത് നീ സമ്മതിച്ചല്ലോ. അന്ന് എന്തോ പോലെ ഇരുന്നയാ. ഇപ്പോൾ നോക്ക്, ചുവന്ന് തൊടുത്ത സുന്ദരിയായി. കണ്ണിൽ പോലും ഉണ്ട് വ്യത്യാസം. അന്ന് ഞാൻ കാണാത്ത തിളക്കം ഇന്ന് നിന്റെ കണ്ണുകളിലുണ്ട്. ഞാൻ എവിടെയോ വായിച്ചതാണ്, when the right man comes into a woman's life, she starts to glow and gain weight. He will bring out the best in her. ഈ കണക്കായിപ്പോയി. അതെ, ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. മോനെ ഏതു? ആ അമ്മായി, വാ ഇവിടെ ഇരിക്കെ. കണ്ടിട്ട് കുറെ ആയല്ലോ. അതെങ്ങനെ? നീ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ? അമ്മായിയൊക്കെ കാണാൻ നേരം കിട്ടുമോ? അമ്മായിയുടെ കാര്യം പിന്നെ എന്തുണ്ട് വിശേഷം? എനിക്ക് ഈ വയസ്സാങ്കാലത്ത് എന്ത് വിശേഷം ഉണ്ടാവാനാ? നീ പറ. അമ്മായിയുടെ വല്ല വിശേഷം പറയാറായോ? ഓ, എന്ത് വിശേഷം പറയാൻ അമ്മായി? ബാങ്കും വീടും അതൊക്കെ തന്നെ. മോളെന്താ മിണ്ടാതിരിക്കുന്നേ? അമ്മായി മോനും സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ രണ്ട് സംസാരിക്കേ, ഞാൻ ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. പറയൂ മോളെ, ഇപ്പോൾ എന്താ പരിപാടി? നെക്സ്റ്റ് വീക്ക് ഒരു എക്സാം ഉണ്ട്. അതിന്റെ ഒരു പ്രിപ്പറേഷനിലൊക്കെയാ. അത് ജയിച്ചാൽ ജോലി കിട്ടുമായിരിക്കും അല്ലേ? ജയിച്ചാൽ ഉടനെ കിട്ടില്ല, റിസർച്ചിന് വേണ്ടിയുള്ളയാ. എന്നുവെച്ചാ പഠിക്കാൻ. ഓ, പിന്നെ പഠിക്കാനാണോ? ഏറെക്കുറെ. ഇങ്ങനെ കുറെ പഠിച്ചു കൂട്ടിയിട്ട് വല്ല ഗുണമുണ്ടോ കുഞ്ഞേ? ഞമ്മനുള്ള വക കണ്ടെത്താനല്ലേ നമ്മൾ നോക്കേണ്ടത്. അതിനു വേണ്ടി തന്നെയല്ലേ അമ്മായി ഈ പഠിക്കുന്നത്? എനിക്കതൊന്നും അറിയില്ല. എന്റെ മോള് നേഴ്സിംഗ് പഠിച്ചിറങ്ങി 5 അക്ക ശമ്പളമുള്ള ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ കല്യാണമായത്. കെട്ടി 10ന്റെ അന്ന് തന്നെ അവളെ അവൻ അങ്ങ് കൊണ്ടുപോയി. ഇപ്പോൾ കുട്ടിയോളും അവളും ഭർത്താവും നല്ല നിലയിലാണ് അവിടെ ജീവിക്കുന്നത്. അവളുടെ ശമ്പളം കേട്ടാ മോള് ഞെട്ടും. പ്രയോജനപ്പെടുന്നത് പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ പഠിച്ചിരിക്കാം. പ്രയോജനം മാത്രം നോക്കിയാൽ പോരല്ലോ അമ്മായി, നമ്മുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? അല്ല മോളെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? 1 വർഷമായോ? ഇല്ല, 9 മാസം കഴിഞ്ഞു. ഇതുവരെയും വിശേഷമൊന്നും ആയില്ലേ? വിശേഷമോ? ഓ, മനസ്സിലാവാത്ത പോലെ. ഈ വയറ്റിലോട്ട് ആളെത്തിയിട്ടില്ലയോന്ന്? ഇല്ല. അതെന്തേ? കല്യാണം കഴിഞ്ഞിട്ട് 9 മാസം കഴിഞ്ഞില്ലേ? സമയമായില്ലെന്നാണോ? അതോ എന്തെങ്കിലും പ്രശ്നം? എന്ത് പ്രശ്നം? ഇത്രയും നാളായില്ലേ മോളെ, വെച്ചോണ്ടിരിക്കണ്ട. നല്ലൊരു ഡോക്ടറിനെ കാണിക്കുന്നതാ നല്ലത്. എന്തിന്? ഇതാ ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രശ്നം. മുതിർന്നവർ പറയുന്നതിന് ഒരു വിലയും തരില്ല. അവസാനം കൈയും കാലും ഇട്ടടിക്കും. നീ ഞാൻ പറയുന്നത് കേൾക്കുമോളെ. നീ അവനെയും കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കും. ആർക്കാ പ്രശ്നമെന്ന് അറിഞ്ഞാൽ? അറിഞ്ഞിട്ട്? അവൾക്കാണോ എനിക്കാണോ പ്രശ്നമെന്ന് അറിഞ്ഞിട്ട് അമ്മായി എന്ത് ചെയ്യാൻ പോകുന്നു? പറ, കേൾക്കട്ടെ. അല്ല ഇതു, ഞാൻ മോളോട് പറയുമായിരുന്നു, നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അത്രയും നല്ലതല്ലേ എന്ന്. എന്ത് കാര്യമാണ് ഇപ്പോൾ അമ്മായിക്ക് നേരത്തെ അറിയേണ്ടത്? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? പുതിയ ആള് വരേണ്ട സമയം കഴിഞ്ഞില്ലേ? സമയം അമ്മായിയാണോ തീരുമാനിക്കുന്നത്? അതിന് മുകളിൽ ഒരാളുണ്ട്. ദൈവം എപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ തയ്യാറാകുന്നോ അന്ന് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഞങ്ങളായിട്ട് ദൈവത്തിന്റെ സമയം തിരുത്താൻ നിൽക്കുന്നില്ല. എന്നാൽ ശരി അമ്മായി, പിന്നെ കാണാം. കുറച്ച് ധൃതിയുണ്ട്. പ്രിയ, പ്രിയ, നിനക്ക് എന്തു പറ്റി? കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ ഇഷ്ടപ്പെട്ട കടലപ്പായസം നീ കുടിച്ചില്ല, സദ്യ ഫുള്ള് കഴിച്ചു തീർത്തില്ല. നിന്റെ മിണ്ടുന്ന സാധനം അവിടെ ആരെങ്കിലും എടുത്തോണ്ട് പോയോടി, അല്ലെങ്കിൽ ഗ്യാപ്പ് തരാതെ എന്റെ ചെവി തിന്നുന്നോളാം. പ്രിയ, 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 നോക്കിക്കേ, നോക്ക് പ്രിയ. നീ എന്തിനാ ഈ കണ്ണുകൾ നിറച്ചു വെച്ചേക്കുന്നേ? പറ പ്രിയ, ഇങ്ങനെ കണ്ണു നിറയ്ക്കാൻ മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായേ? എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇത് കേട്ട? നമുക്കിതുവരെ കുഞ്ഞുണ്ടാകാത്തത്? തേങ്ങ, നീ ആ വെളിവില്ലാത്ത അമ്മായിയുടെ വാക്ക് വിഴുങ്ങിയിരിക്കുവാണോ പ്രിയ? അവർക്ക് വിവരമില്ലാത്തോണ്ടാന്ന് പറയാം, നിനക്കോ? പ്രിയ, ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. കുഞ്ഞായില്ലെന്ന ടെൻഷൻ അടിക്കാനുള്ള സമയം നമുക്കായിട്ടില്ല പ്രിയ. അവരെ പോലുള്ളവരുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു പ്രായമാകുമ്പോൾ പെൺകൊച്ചിനെ കെട്ടിച്ചു വിടുക, ഇല്ലെങ്കിൽ അത് വീടിന് ഐശ്വര്യക്കേടാ. ഇനി കെട്ടിച്ചു വിട്ടാൽ
6 മാസത്തിനുള്ളിൽ അവൾക്ക് വിശേഷമായിക്കോണം. അവർക്കൊക്കെ കല്യാണം എന്ന് പറയുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ്. നമ്മൾ പൂർണ്ണമായിട്ടും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചും വരുന്നതേ ഉള്ളൂ. എന്റെ ആഗ്രഹം നമ്മുടെ സ്നേഹത്തിന്റെ നിറവിൽ നമ്മുടെ കുഞ്ഞു വരണമെന്നാണ്. അതൊക്കെ ഒരു ടൈമാണ് പ്രിയ. നീ എന്റെ ലൈഫിലേക്കും ഞാൻ നിന്റെ ലൈഫിലേക്കും വന്നതുപോലെ നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയമുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം, കാത്തിരിക്കണം. അതാവണം നമ്മൾ കാണിക്കേണ്ട മെച്യൂരിറ്റി. അല്ലാതെ വിവരം കെട്ടവരുടെ വാക്കും കേട്ട് മോങ്ങിയിരിക്കുകയല്ല. ഇനി ഇതേപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വരുവാണെങ്കിൽ എന്റെ ബന്ധുവാ നിന്റെ ബന്ധുവാ നാട്ടുകാരാ ഒന്നും നോക്കണ്ട, ആളെന്ന് തന്നെ നീ അങ്ങ് മറുപടി കൊടുത്തോ. പിന്നെ വരുന്നത് ഞാൻ നോക്കിക്കോളാം. തേടി ദൂരെ ദൂരെ പുലരിതൻ രാഗം പാടാനോർത്തു ഏതു കാവ്യം കാതിൽ ചൊല്ലി വെറുമൊരു വരി മാത്രം. ഉറങ്ങാതെ പഠിക്കേ, ഉറക്കം വരുന്നു. കളിക്കല്ലേ, ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. ഞാനൊന്ന് പാറുവിനെ കൂട്ടി പോകട്ടെ. ഞാൻ പിന്നെ എന്തിനാ ലീവ് എടുത്തേ? നിങ്ങൾ ലീവ് എടുത്തോ? അത് വേണ്ടായിരുന്നു. എന്തേ? ഇത്തവണ നിങ്ങൾ വന്നു, അടുത്ത തവണയോ പിന്നത്തെ തവണയോ? അയ്യ, ഇതെന്താ സ്ഥിരം പണിയാക്കാന്ന് വെച്ചോ? ഇത്തവണ തന്നെ എഴുതി ക്ലിയർ ആക്കും എന്റെ മോള്. കിട്ടിയില്ലെങ്കിലോ? കിട്ടിച്ചേ പറ്റൂ. ഇനിയും എന്നെ ഇതിന്റെ പേര് ലീവ് എടുപ്പിക്കണമോ എന്ന് നീ തീരുമാനിക്കേ. ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് പുസ്തകം വായിച്ച്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. இரவும் அல்லாத பகலும் அல்லாத பொழுதுகளுன்னோடு கழியுமா? தொடவும் கூடாத படவும் கூடாத இடைவெளி எப்போது குறையுமா? உன்னை அன்றி வேறொரு நினைவில்லையே, இனி எந்த ஊனுயிர் எனதில்லையே, தடையில்லை சாவிலுமே. உன்னோடு வர கண்கள் இரண்டால் உன் கண்கள் இரண்டால் என்னை கட்டி எழுத்தாய் எழுத்தாய் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச்சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய். பேச எண்ணி சில நாள் அருகில் வருவே, பின்பு பார்வை போதும் என நான் நினைத்தே நகர்வேனே மாற்றி. கண்கள் இரண்டால் உன் கண்கள் இரண்டால் ഹലോ, പറയടാ. എനിക്ക് മനസ്സിലായി. നോക്കട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പ്രിയ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. ആ, കിട്ടി. റിസർച്ചിനുള്ള പരിപാടിയിലാണ്. എന്നാ ശരിയടാ, ഞാൻ നിന്നെ അറിയിക്കാം. ഇതെന്നാ ചാതനം? ഇത് ലതല്ലേ? പ്രിയ ഇത് പ്രിയ നിക്ക്. പ്രിയ നിക്ക്, കളിക്കാതെ പ്രിയ, കാര്യം പറ. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? എടി, ഇത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള സാധനമാണെന്ന് മാത്രമേ എനിക്കറിയൂ. ഈ വരെയും പുഴയൊന്നും കണ്ട എനിക്ക് മനസ്സിലായില്ല. സമയമായി. ചേട്ടാ, കഴിക്കാൻ എന്താ വേണ്ടേ? 2 ദോശ, ഒരു ഓംലെറ്റ്.
ചേട്ടാ, കാശൊക്കെ ഉണ്ടോന്ന് അന്വേഷിച്ചിട്ടേ ഭക്ഷണം കൊടുക്കാവൂ. ഇല്ലെങ്കിൽ അവസാനം ചേട്ടൻ നഷ്ടം സഹിക്കേണ്ടി വരും. ജിപേ ഇല്ലേ ചേട്ടാ? ഉണ്ട്. മോള് പിണക്കത്തിലല്ലേ? ചെറുതായിട്ട്. ചെറിയ പിണക്കമേ ഉള്ളെന്ന് കൊച്ചിന് കഴുപ്പ് കണ്ടാലും പറയും. അത് വിശന്നിട്ടാ ചേട്ടാ. വിശന്നാൽ പിന്നെ അവൾ അങ്ങനെ ഈ ആന കരിമ്പിൻകാട്ടിൽ കയറിയതുപോലെ. ദാ പിടിച്ചോ. ചെല്ല്, പിണക്കം മാറ്റാൻ നോക്ക്. ഇവിടെ എന്താ വേണ്ടേ? ഡോ, കഴിക്കുമ്പോൾ എന്നെ ശല്യം ചെയ്താലുണ്ടല്ലോ. സോറി. എന്താ വെച്ചോണ്ടിരിക്കുന്നത്? മതിയാക്കിയോ? വിശപ്പിന്റെ വിലയേറിയാത്തവൻ. ഇനി തന്നേരെ, ഞാൻ കഴിച്ചോളാം. തനിക്ക് വിശപ്പിന്റെ വില നന്നായി അറിയാമെന്ന് തോന്നുന്നല്ലോ. എന്താ? അല്ല, ഇനിയും വേണോ എന്ന് ചോദിച്ചതാ. താൻ എന്താ തെളിയിക്കാൻ ശ്രമിക്കുന്നേ? ഞാനൊരു തീറ്റ പണ്ടാരമാണെന്നോ? അയ്യോ, ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു? പറയുന്ന എന്തിനാ? തന്റെ ഈ അഴിഞ്ഞ എക്സ്പ്രഷൻ കാണുമ്പോ അറിയാലോ. ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചപ്പോൾ ഞാനെന്തിനാ ഇതൊക്കെ തന്നെ ബോധിപ്പിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാം? താനെന്തിനാ എന്നോട് സംസാരിക്കുന്നത്? ഞാനെന്തിനാ ഇങ്ങനോട് സംസാരിക്കുന്നത്? മനുഷ്യനായാൽ ഒന്നും രണ്ടും കൊണ്ട് പഠിക്കണം. അതെങ്ങനെ വഴിയിൽ കിടക്കുന്ന സ്നേക്കിനെ ഷോൾഡറിൽ കയറ്റുന്നത് രക്തത്തിലലിഞ്ഞ സ്വഭാവമായി പോയില്ലേ? ചേട്ടാ, കാശ് എത്രയായി? 36. ലങ്ങേര് തരും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ആയില്ലെന്ന് തോന്നുന്നു. എത്രയാ ചേട്ടാ? 64. സമയം കളയാതെ ആളുടെ കൂടെ പിടിക്കാൻ നോക്ക്. മാറിയ പിണക്കം വീണ്ടും വരുത്തിക്കണ്ട. പിണക്കം മാറിയെന്നോ? മാറിയിട്ടാണോ എന്നെ മൈൻഡ് ആക്കാതെ നടന്നു പോകുന്നത്? അതൊക്കെ ഒരു ജാടയല്ലേ? നിങ്ങളുടേത് വീട്ടുകാർ കണ്ടുപിടിച്ച് നടത്തിയ കല്യാണമായിരുന്നില്ലേ? മോൻ ഇതിനു മുന്നേ ഒരു സ്നേഹബന്ധവും ഉണ്ടായിട്ടില്ല അല്ലേ? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? മര്യാദയ്ക്ക് ഒരു പെൺകൊച്ചിന്റെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ സംശയങ്ങൾ വരില്ലായിരുന്നു. മോനോട് വാശിയും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ കൊച്ചു കഴിച്ചതിന്റെ കാശ് മോനെ കൊണ്ട് കൊടുപ്പിക്കില്ലായിരുന്നു. ചേട്ടാ, എത്രയായി? 16. Kaushi, what are you going to press me on my birthday? I know, it will be costly. കാശ് കിട്ടിയാൽ ചേട്ടന്റെ പ്രശ്നം തീരുവോ? എത്ര വേണ്ടേ? ഫൈൻ, ഞാൻ ഇല്ല. പകരം ഇന്ന് നൈറ്റിനെ മൂവി കാണിക്കാൻ കൊണ്ടുപോകണം. പ്ലസ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. അതെ, എന്റെയും കൂടെ കൊടുക്കാമോ? കയ്യിൽ കാശില്ല. ചേട്ടാ, രണ്ടും കൂടെ ചേർത്താണേ. കൗശി, നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? നിനക്ക് സർപ്രൈസ് തരാമെന്ന് വെച്ചിട്ട്. സർപ്രൈസ്? സമാധാനമായിട്ട് എന്നെ നനച്ചപ്പോൾ എന്റെ ഒരു ഡേ പോയി. നീ തന്നെ പേ ചെയ്യ്. എന്റെ ദേഷ്യം എന്നിട്ടും പോകില്ല. കൗശി, I'm your girlfriend. So first you need to treat me like that. എന്നിട്ട് മതി നീ എന്നോട് ഇനി സംസാരിക്കുന്നത്. Bye. Who are you? Friend, a good friend. മോനോട് വാശിയും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ കൊച്ചു കഴിച്ചതിന്റെ കാശ് മോനെ കൊണ്ട് കൊടുപ്പിക്കില്ലായിരുന്നു. ആ മരമോന്തൻ എവിടെ? ഇനി ആ ജീപ്പേ എങ്ങാനും വർക്കാവാഞ്ഞിട്ട് ആ ചേട്ടൻ അവിടെ പണിക്ക് നിർത്തിക്കാണോ? ഷോയും കാണിച്ച് പോരണ്ടായിരുന്നു. പോയി നോക്കണോ? ഇനി അമ്മയുടെ ചോറും മീൻകറിയും കഴിക്കാൻ വയറ്റിൽ സ്ഥലമുണ്ടോ എന്ന് ആലോചിക്കുവാണോ? ആണെങ്കിൽ വല്ല ദണ്ണമുണ്ടോ? ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? നാളെ രാവിലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തിനാ? എങ്ങോട്ടാ പോകുന്നതെന്ന് കാണിച്ചു തരാമായിരുന്നു. ഇയാളിനി എങ്ങോട്ടാ പോണേ? മനസമാധാനം നിൽക്കുന്നിടത്തേക്ക്. എടോ, സീരിയസ്ലി ഐ ആം ആസ്കിങ്. താൻ വെളിവില്ലാതെ നടന്നു എന്ന് വെച്ച് ഞാനും അങ്ങനെയാണെന്ന് കരുതിയോ? നമ്മൾ വന്ന വഴിയെ തിരിച്ചു നടക്കുക. എന്നാലല്ലേ എന്റെ കാറിന്റെ അടുത്ത് എത്താൻ പറ്റൂ. അപ്പോൾ താൻ ശരിക്കും എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ?
അല്ല പോക്കറ്റ് ഓൻ കയറിയിരിക്കും, ചേച്ചി കൊണ്ട് നടക്കാം. വാക്കിന് വില വേണം. പാലിക്കാൻ പറ്റാത്ത പ്രോമിസ് ആർക്കും കൊടുക്കരുത്. അതെന്റെ ഇഷ്ടം. മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കേണ്ട കാര്യം എനിക്കില്ല. മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നോർത്ത് ഇഷ്ടങ്ങൾ മാറ്റേണ്ട കാര്യവും എനിക്കില്ല. സെൽഫ് ലവ്. ആദ്യം അവനവനെ സ്നേഹിക്കാൻ പഠിക്കും, എങ്കിലേ അവനവന് വേണ്ടുന്നവരെ സ്നേഹിക്കാൻ പറ്റൂ. Got it? യെസ്. പണ്ട് മുട്ടുമലിനെ വഴി കാണിച്ചു കൊടുക്കാനുള്ളത് കാണുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള വഴി മറന്നവനെയൊക്കെ ഞാൻ എന്തിനു സഹായിക്കണമെന്ന്. ഇതുപോലെ ഏതെങ്കിലും വെളിവുകെട്ടവനെ സഹായിക്കാൻ പോയി വഴിയേറ്റിയതാവും പാവം. അതാ ആരുടെയും സാഹചര്യം മനസ്സിലാക്കാതെ വിധിക്കരുതെന്ന് പറയുന്നത്. ഓഹോ, 2 വഴി. ഈ റോഡിലോട്ട് തിരിഞ്ഞപ്പോൾ വെട്ടം കുറഞ്ഞ വഴിയിൽ കൂടെ അല്ലായിരുന്നോ വന്നത്? ഇനി വിശന്നപ്പോൾ ചുറ്റും ഇരുട്ടായിട്ട് തോന്നിയതാവുമോ? ആയിരിക്കില്ല, ഇത് തന്നെയാകും വഴി. ഡോ, 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 ഡോ. എനിക്ക് സംസാരിക്കണം. നമുക്കെവിടെയെങ്കിലും ഇരുന്നാലോ? അത്രയ്ക്കായോ? താൻ എന്താണോ കാണിക്കുന്നേ? മര്യാദയ്ക്ക് ഒരു കാര്യം ചോദിച്ചാൽ മറുപടി തന്നാലെന്താ? പറയുന്നത് കേൾക്കാൻ എവിടെയെങ്കിലും ഇരിക്കണമെന്നുണ്ടോ? നടന്നും കേൾക്കാലോ. എന്താ? എന്റെ ചെവിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുവരെയും താൻ പറയുന്നത് കേൾക്കുമല്ലായിരുന്നോ? പിന്നെ എന്തോ ഇപ്പോൾ ഒരു അനുവാദം ചോദിക്കലേ? അത് പിന്നെ താൻ ഒരുമാതിരി സ്വഭാവം കാണിച്ചാൽ? ഇപ്പോൾ എന്റെ സ്വഭാവത്തിനായി പ്രശ്നം. പുറകെ നടന്ന് എന്തെങ്കിലും ഉണ്ടോ തറ എന്ന് ചോദിച്ചു നടന്നത് ഞാനല്ലേടോ. ഇനി സ്പെഷ്യൽ പെർമിഷൻ വല്ല ഞാൻ തരണമായിരിക്കും തന്റെ കിഡ്നി ടച്ചിങ് സ്റ്റോറി പറയാൻ. നമിക്കണം, തന്നെയല്ല തന്നെ കെട്ടുന്നവരെ. നമിക്ക് അവസരം വരട്ടെ. പറയാൻ എന്താന്ന് വെച്ചാ പറ. പോയിട്ട് എനിക്ക് അത്യാവശ്യമുണ്ട്. എന്താ അത്യാവശ്യം? വീട്ടിൽ പോയിട്ട് അമ്മയുടെ ചോറും മീൻകറിയും കഴിക്കണം. പിന്നെ സുഖ ഉറക്കം. തനിക്ക് ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അല്ലേ? നമ്മളെന്തിനാ നമ്മുടെ ആഗ്രഹങ്ങളിൽ പോലും വേർതിരിവ് കാണിക്കുന്നത്? വലിപ്പ ചെറുപ്പം നോക്കാൻ നിൽക്കുന്നത് കൊണ്ടാ പലതും സാധിക്കാതെ പോകുന്നത്. നമുക്കുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നേടാൻ ശ്രമിച്ചു നോക്ക്. കുറെ അങ്ങ് സാധിക്കും. അങ്ങനെ കുറെ സാധിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാ കൂടുതൽ ആഗ്രഹിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും. പിന്നെ ചില ശ്രമങ്ങൾ ഫെയിലാകും. കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങുമ്പോൾ വീഴില്ലേ? കുഞ്ഞുങ്ങൾ വീണതിന്റെ പേരിൽ ഇനി നടക്കില്ല എന്ന് വിചാരിക്കോ? ഇല്ല, വീണെടുത്തുനിന്ന് എണീറ്റ് പൊടിയും തട്ടി പിന്നെയും നടക്കും. വീഴ്ചകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. അക്സെപ്റ്റ് ദം ആൻഡ് മൂവ് ഓൺ. ഒരുപക്ഷെ അങ്ങനെ ആഗ്രഹങ്ങളെ വേർതിരിച്ചത് കൊണ്ടാകാം ഒരാഗ്രഹവും നടത്തിയെടുത്തതായി എനിക്ക് തോന്നാത്തത്. വീഴ്ചകൾ വരുമ്പോൾ പതറിപ്പോകുന്നത് ആളുകളെ മനസ്സിലാക്കുന്നതിൽ പോലും. ചുരുക്കം പറഞ്ഞാൽ ആറ്റ് എ ഫെയിലിയർ എന്ന് പറയാതെ പറയുന്നു. ശരിക്കും കാര്യമായ പ്രശ്നങ്ങൾ തനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയ പ്രശ്നം അത് ഊതി പെരുപ്പിച്ച് വലുതാക്കും, എന്നിട്ട് സ്വയം ക്രിട്ടിസൈസ് ചെയ്യും. ഇതല്ലേ താൻ? ആയിരിക്കണം. ഞാൻ എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. താൻ തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സെയിം വാല്യൂ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ വേൾഡിൽ ഹാപ്പി ആയിട്ടും താൻ തന്റെ വേൾഡിൽ ലത് പോയി അണ്ണാനെ പോലെയും നടക്കുന്നത്. ദുഷ്ടേ. You are so cute, മനുഷ്യ. ആണോ? ചബി ചീക്സ്, റൗണ്ട് ഫേസ്, സ്മോൾ ഐസ്, ഇത്രയൊക്കെ പോലെ ക്യൂട്ട് ആവാൻ. അമ്മയല്ലാതെ ആരും എന്നെ കാണാൻ കൊള്ളാമെന്ന് അംഗീകരിച്ചിട്ടില്ല. കാക്കിക്ക് പിന്നെ തൻകുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ. എന്നിട്ട് പറയണോ? കേൾക്കാൻ നല്ല രസം. ഒരുപാട് സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് തമാശയായിരുന്നു. പക്ഷേ എന്റെ അമ്മയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. അച്ഛന് ഞാൻ പഠിച്ച് നല്ല നിലയിലെത്തണം എന്നായിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് എന്റെ ആഗ്രഹങ്ങൾക്ക് ചിറക് വെക്കണം എന്നായിരുന്നു. എന്നിട്ട് അച്ഛന്റെ ആഗ്രഹവും സാധിച്ചില്ല, അമ്മയുടെ ആഗ്രഹവും സാധിപ്പിക്കാൻ ശ്രമിക്കാതെ ചാവാൻ ഇറങ്ങി. അങ്ങനെ അടച്ചു പറയാതെടോ. ഒരു നല്ല നിലയിൽ എത്തി എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടോ. പിന്നെ എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കാൻ തുടങ്ങിയതുമാ.
താൻ എന്താ ഈ ആലോചിക്കുന്നത്? താൻ നേരത്തെ പറഞ്ഞു തന്നെ പോലൊരു പാഴ്ജന്മം ഈ ലോകത്ത് കാണില്ലെന്ന്. ദേ ഇപ്പോൾ പറയുന്നു യു ആർ സംവാട്ട് സക്സസ്ഫുൾ എന്ന്. താൻ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്ക്. എനിക്ക് വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ. ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനും ഒരു പോയിന്റിൽ യൂസ്ലെസ് ആയിട്ട് തോന്നിപ്പോകില്ലേടോ. ഐ വാസ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്. പക്ഷേ ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനം തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കിയ നിമിഷം ആ തീരുമാനം മൂലമുണ്ടായ എല്ലാ കാര്യങ്ങളും എന്നെ ചെറുതാക്കി, എന്നെ ഞാനല്ലാതാക്കി. ഓക്കെ 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 അപ്പോൾ സക്സസ്ഫുൾ മാൻ. ഓ, താൻ ജോലിയും കൂലിയും ഇല്ലാത്തവനാണെന്ന് ഞാൻ കരുതുന്നില്ല. ചിറക് മുളയ്ക്കാൻ തുടങ്ങിയ തന്റെ സ്വപ്നം എന്തായിരുന്നു? സിനിമയാണ് എന്റെ സ്വപ്നവും ജീവിതവും. പക്ഷേ അവിടേക്ക് എത്തുന്നത് അത്ര എളുപ്പപ്പണിയല്ലല്ലോ. അഭിനയിക്കാൻ വലിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതിന് അഭിനയിക്കാനല്ലല്ലോ ഞാൻ പഠിച്ചത്. പിന്നെ ഡയറക്ഷൻ, BFA ഇൻ ഫിലിം മേക്കിംഗ്. പിന്നെ അച്ഛന്റെ ഒരു സമാധാനത്തിന് MBA എടുത്തിട്ടുണ്ട്. അപ്പോൾ പാഷനുള്ള ആളാണ്. എന്നിട്ട് പഠിപ്പ് മാത്രം നടന്നോളൂ? ആയിരിക്കില്ലല്ലോ, ചിറക് മുളയ്ക്കാൻ തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? അവസരങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാവില്ലല്ലോ, അതും സിനിമ ഫീൽഡിൽ. 1-2 ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്തു. ബട്ട് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. എന്നാൽ പിന്നെ സ്വന്തമായിട്ട് സ്റ്റോറീസ് ട്രൈ ചെയ്ത് ഷോർട്ട് ഫിലിംസ് മേക്ക് ചെയ്താൽ എന്താ എന്നൊരു ചിന്ത വന്നു. അതിന് ഇയാൾ എഴുതൂ? അത്യാവശ്യം. പിന്നെ ഷോർട്ട് ഫിലിം അല്ലേ, ചിലവ് അത്രയ്ക്കല്ലേ ഉള്ളൂ. ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒന്ന് ആദ്യം ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചു. സക്സസ് ആയാൽ പിന്നെ ബാക്കി. എന്തായാലും ഫസ്റ്റ് വൺ മോശമല്ലാത്ത രീതിയിൽ അങ്ങ് ഓടി. പിന്നെ ഓരോന്നും അങ്ങനെ ചെയ്തു. ഇപ്പോൾ മൊത്തം 5 എണ്ണം ഡയറക്റ്റ് ചെയ്തു. അതിൽ 2 എണ്ണം എന്റെ തന്നെ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമ ഇൻഡസ്ട്രിയിലേക്ക്. അതായിരുന്നു പിന്നീട് എന്റെ ലക്ഷ്യം. എടോ, കഴിഞ്ഞ വർഷത്തെ മികച്ച ഷോർട്ട് ഫിലിം അവാർഡ് കിട്ടിയ മൗനയാത്ര ഡയറക്ടർ കൗശിക് ദേവ്, അത് താനാണോ? അത് പറ. ഈ പേര് കേട്ടപ്പോൾ തൊട്ട് എവിടോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച് കൗശിക് ദേവ്. അത് നിങ്ങളായിരുന്നല്ലേ? താൻ മൗനയാത്ര കണ്ടിട്ടുണ്ടോ? അല്ല, ഈ ഷോർട്ട് ഫിലിം അവാർഡൊക്കെ ഓർത്തു വെക്കാന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമല്ല. ആഗ്രഹം ഉണ്ടായിട്ട് ഓർത്തു വെച്ചൊന്നുമല്ല, ഞാൻ ഓർത്തു പോകുന്നതാ. എനിക്കൊരു വട്ടത്തി കൂട്ടുകാരിയുണ്ട്. എന്റെ ദൈവമേ, എന്റെ പുറകെ നടന്ന ശല്യമായിരുന്നു. മൗനയാത്ര അവാർഡ് കിട്ടിയ ഐറ്റോ, നീ ഒന്ന് കാണ്. അവസാനം കണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സത്യം പറയാലോ ആശാനെ, പെറ്റ തള്ള സഹിക്കില്ല. എന്തുമായിരുന്നത്? ഒരുത്തൻ അങ്ങോട്ട് പോകുന്നു, ഒരുത്തി ഇങ്ങോട്ട് പോകുന്നു. എത്ര നേരം ഞാനത് കണ്ടുവെന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ടുകൊണ്ട് കിടന്നിയ പിന്നെ ബോധം വന്ന് എണീറ്റപ്പോൾ ഫോൺ കട്ടിലിന്റെ ഒരിടത്ത്, ഞാൻ വേറൊരിടത്ത്. എന്തെങ്കിലും കഥ അതിലുണ്ടായിരുന്നു? എനിക്ക് ഡ്രൈ സാധനങ്ങളൊന്നും അങ്ങോട്ട് ദഹിക്കില്ല, അതാകും. മോശമാണെങ്കിൽ അവാർഡൊക്കെ കിട്ടുമോ? കുറെ നേരമായിട്ട് ഇരുന്നത് കൊണ്ടാകും കാലൊക്കെ വേദനിക്കുന്നത്. എന്നാ ഞാൻ നടക്കട്ടെ? അവിടെ നിന്ന് നിങ്ങൾ കാല് വേദനിക്കും. കള്ളി, ചാരു. കള്ളിന്നോ? കള്ളം പറയുന്നവരെ പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുന്നേ? എന്റെ ഷോർട്ട് ഫിലിം തീരെ കൊള്ളില്ല അല്ലേ? താങ്കളുടെ ഷോർട്ട് ഫിലിം അളക്കാനുള്ള ബുദ്ധി എനിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നേരം വളരെ ബുദ്ധിയുള്ളവളെ പോലെ ആയിരുന്നല്ലോ സംസാരം. എന്തേ? അയ്യോ, അപ്പൊ ഞാൻ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ആയിരുന്നല്ലേ ഇത്രയും നേരം സംസാരിച്ചത്? മോളെ, വിഷയം മാറ്റാൻ നോക്കണ്ട. ഇതാണല്ലേ പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത്. താനെന്തിനാ ഫോട്ടോ എടുത്ത്? സ്റ്റേറ്റസ് ഇടാൻ, സ്റ്റോറി ഇടാൻ. എന്തോന്ന്? നൈറ്റ് വാക്ക് വിത്ത് എ സെലിബ്രിറ്റി. ചാരു, വേണ്ട. വേണം. വേണ്ട. വേണം. ഞാനിട്ടു. കൊല്ലും ഞാൻ നിന്നെ. ചാരു, ചാരു, ചാരു.
ഏ മാർത്ത, ആർ യു ഓക്കെ? Yeah, എന്തോ എവിടെ ഒരു മിസ്സിംഗ്. യാത്രയുടെ അത് നമ്മൾ എപ്പോൾ എത്തും? ഇനി ഒരു 30 മിനിറ്റ്. ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നത് കൊണ്ടാ ഈ മന്ദത. വാ ഇങ്ങോട്ട്. അയ്യോ, എന്റെ ഫോൺ. ആ സീറ്റിലോട്ട് വെക്കടോ, ആർക്കും വേണ്ട തന്റെ ഫോൺ. ഹലോ മെൽവിൻ. എത്തിയോ? എത്തി. കഴിച്ചോ? കഴിച്ചു. നേരത്തെ വിളിച്ചപ്പോൾ എന്തു പറ്റി ഫോൺ എടുക്കാഞ്ഞത്? വണ്ടിയിൽ പാട്ടും ബഹളവും ആയിരുന്നു. റിങ് ചെയ്തത് അറിഞ്ഞില്ല. എല്ലാവരും ഉണ്ടോ? ഉണ്ട്. മെൽവിൻ കഴിച്ചോ? കഴിച്ചു. അടി ഓൾ. ഹലോ മെൽവിൻ. ഹലോ ഹലോ മെൽവിൻ, കേൾക്കാമോ? ഹലോ ഹലോ. റേഞ്ച് ഇല്ല. കുന്തം, മെസ്സേജും പോകുന്നില്ല. മാർത്ത, വാ, രജിസ്ട്രേഷൻ ടൈമായി. ഹലോ ഹലോ. ഹലോ ഹലോ മാർത്ത, കേൾക്കാമോ ഇപ്പോൾ? കേൾക്കാം. ഒന്നും പറയാതെ പോയതെന്താ? ഇവിടെങ്ങും റേഞ്ച് ഇല്ല മെൽവിൻ. റേഞ്ച് ഇല്ലാതെ എങ്ങനെയാ ഞാൻ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ പോകണ്ടെന്ന്, കേട്ടില്ലല്ലോ. എന്ത് ചെയ്യുവാ? വേറെന്ത് ചെയ്യാൻ, എന്റെ പണികൾ ചെയ്യുന്നു. ഇപ്പോൾ എങ്ങനെ വിളിക്കാൻ പറ്റി? കൂടെ ഉള്ള ഒരുത്തിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കൂടെ വന്നതാ. ഇവിടെ വന്നപ്പോൾ ഇവിടെ റേഞ്ച് ഉണ്ട്. നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. നീ വേഗം വാ. ഇവിടെ കഴിയാതെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ. മിസ് ചെയ്യാനല്ലെങ്കിലും നമ്മൾ ഫോൺ വഴിയുള്ള കണക്ഷൻ അല്ലേ ഉള്ളൂ. അവിടെ ആണെങ്കിലും നമ്മൾ കാണാറില്ലല്ലോ. നിനക്കെല്ലാം ഒരുപോലെ ആകും, എനിക്ക് രണ്ടും രണ്ടാ. അവിടെ നീ എന്താ എങ്ങനാ എനിക്ക് ഒരു ഐഡിയ ഇല്ല. എപ്പോഴെങ്കിലും വിളിച്ചാലായി. അതുപോലാണോ പഠിക്കുന്നിടത്ത്? മെൽവിൻ, എന്നാൽ ഞാൻ ഇതുപോലെ എപ്പോഴെങ്കിലും വിളിക്കാം. അവള് വന്നു. നിനക്ക് കുറച്ചു നേരം കൂടി സംസാരിച്ചൂടെ? അവിടെ ഒരു പരിപാടി നടക്കാണ് മെൽവിൻ. അതിനിടയിലാണ് ഞങ്ങൾ വന്നത്. നമുക്കൊരു മര്യാദ വേണ്ടേ? ഇതാ അവള് വിളിക്കുന്നു. ശരിയെന്നാ, സീ യു. മാർത്ത, എബിച്ച, താനിവിടെ എന്തെടുക്കുക? ചുമ്മാ കുറച്ചു നേരം കാറ്റ് കൊള്ളാമെന്ന് വെച്ചു. ഇവിടെ നല്ല തണുപ്പ്. നല്ല ഫുഡായിരുന്നല്ലേ? അതെ, വയറ് നിറഞ്ഞുപോയി. ഉറങ്ങാറായോ? ഇല്ല, ഈ നിറഞ്ഞ വയറും കൊണ്ട് ഉറങ്ങാൻ എനിക്ക് ഇച്ചിരി പാടാ. എന്നാൽ നമുക്കൊന്ന് നടന്നാലോ? ഓക്കെ. മാർത്തയ്ക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? അതെന്താ അങ്ങനെ ചോദിച്ചേ? സംസാരിക്കുമ്പോൾ ഞങ്ങളോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ നമ്മുടെ ഗ്രൂപ്പിലേക്ക് മിങ്കിളാകാൻ ഒരു താല്പര്യക്കുറവ് പോലെ. എനിക്ക് കൂട്ടുകൂടാനാണെങ്കിൽ സെയിം വേവ് ലെങ്ത് ഉള്ളവരെ കിട്ടണം. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുന്നതാ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾക്കാർക്കും സെയിം വേവ് ലെങ്ത് ഇല്ലാന്നാണോ? സെയിം വേവ് ലെങ്ത് ആണോ അല്ലയോ എന്നറിയാൻ കുറച്ച് സാവകാശം താമാശേ. ഞാനൊന്ന് കൂടാൻ കുറച്ച് ടൈം എടുക്കും. കൂടി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. എനിക്ക് നമ്മുടെ ടീമിനെ ഇഷ്ടാ. എല്ലാവരും അടിപൊളിയാ. ഞാനും അടിപൊളിയാണെന്നാണോ ഉദ്ദേശിച്ചത്? ആണോ? ആണെങ്കിൽ 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 തന്നെ എനിക്കിഷ്ടം. നമ്മൾ തമ്മിൽ സെറ്റാകുമെങ്കിൽ കെട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞ. മാർത്ത, ഹലോ. മെൽവിൻ ഉറങ്ങിയായിരുന്നോ? അല്ല, നിന്നെ നോക്കിയിരിക്കാം. എത്ര മണിയായി മാർത്ത? 11 മണി. ഫുഡ് കഴിഞ്ഞ ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഞങ്ങൾക്ക് കിടക്കാനുള്ള റൂമൊക്കെ കിട്ടിയത്. റൂമിൽ വന്നതും ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. എബിൻ എവിടാ? പുള്ളിനെ ഞാൻ ആ ഭക്ഷണ സമയത്ത് എന്തോ മിന്നായ പോലെ കണ്ടതാ. പിന്നെ കണ്ടതേ ഇല്ല. അല്ല, എബിചാൻ എവിടാണെന്ന് അറിഞ്ഞിട്ട് മെൽവിൻ എന്തിനാ? ചോദിച്ചതാ. ഇത്രയും നേരവും പ്രോഗ്രാം ആയിരുന്നോ? ഓരോ ടോക്സും പിന്നെ ഡിബേറ്റ്, അങ്ങനെ. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രാൻഡ് ആയിരുന്നു. നാളെ എപ്പോൾ തിരിച്ചു വരാം? അറിയില്ല. 1 മണിക്കാ ക്ലോസിംഗ് സെറമണി പറഞ്ഞിരിക്കുന്നത്.
അത് കഴിയുമ്പോൾ പോകാമായിരിക്കും. മാർത്ത, ഉം, ലവ് യു. ലവ് യു. ശരിക്കും ഉറങ്ങിയായിരുന്നോ? നീ വിളിക്കുന്നതും നോക്കിയിരുന്നതാ. ക്ഷീണമുണ്ടാകും, അങ്ങ് ഉറങ്ങിപ്പോയി. റൂമിൽ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം. പിന്നെ ഇന്ന് എന്തൊക്കെയാ കഥകൾ, കേൾക്കട്ടെ. ഇവിടെ എന്താ, മാർത്ത എവിടായി? ഇവിടുന്ന് ഇറങ്ങിയില്ല ഇതുവരെ. അതെന്താ? ഒരുമിച്ചല്ലേ ഇറങ്ങാൻ പറ്റൂ. നിനക്ക് അവിടുന്ന് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും ഒരു ചൂടില്ലാത്തത്. ഇതില് ഞാനെന്ത് ചെയ്യാനാ മെൽവിൻ? മറ്റുള്ളവരോട് വേഗം ഇറങ്ങാൻ നിനക്ക് പറഞ്ഞൂടെ? ആ, ഇതാ ഇറങ്ങാൻ വിളിക്കുന്നു മെൽവിൻ. ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ട് വിളിക്കാം. ഏപിച്ച, ഇറങ്ങാൻ ഇനിയും ലേറ്റ് ആകോ? ആടാ, ഒരു 20 മിനിറ്റ് മാക്സിമം. എന്തു പറ്റി? പോകാനങ്ങ് ധൃതിയായോ? അല്ല, നാളെ കോളേജിലൊക്കെ പോകേണ്ടതല്ലേ? അങ്ങോട്ട് തന്നെയല്ലേ എപ്പോഴും പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ബീച്ചിൽ ഒന്ന് പോയിട്ട് തിരിച്ചു പോകാമെന്നാ എല്ലാവരുടെ അഭിപ്രായം. അയ്യോ, അപ്പോൾ ഇനിയും ലേറ്റ് ആകില്ലേ? ഒന്ന് പോടോ. പോയിട്ട് വേണമല്ലോ തനിക്ക് ഹോസ്റ്റലിലെ പിള്ളേർക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ. എടോ, താനെന്താ ഈ മാറി നിൽക്കുന്നേ? കടൽ തീരത്ത് വന്നിട്ട് കാല് നനച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ പര അപമാനമുണ്ടോ? എനിക്ക് കടലിനെ ദൂരെ നിന്ന് കാണാനാ ഇഷ്ടം. ദൂരെ നിന്ന് നോക്കുമ്പോഴല്ല, അടുത്തറിയുമ്പോൾ പലതിന്റെയും സൗന്ദര്യം നമുക്ക് മനസ്സിലാകുന്നത്. എന്നാലും വേണ്ട. തനിക്കെന്താടോ ഒന്ന് സന്തോഷിക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടോ? ദൈവം സന്തോഷിക്കാൻ ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വെച്ച് നീട്ടിയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള താക്കോൽ മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുമോ? മാർത്ത, എ സിമ്പിൾ ലോജിക് ക്വസ്റ്റ്യൻ. തന്റെ സന്തോഷങ്ങളുടെ കവാടങ്ങൾ തുറക്കാനുള്ള താക്കോലുകൾ തന്റെ കയ്യിലല്ലേ ഉണ്ടാകേണ്ടത്, മറ്റൊരാളുടെ കയ്യിലാണോ? വാടോ ഇങ്ങോട്ട്. ഇപ്പോഴാണോ എത്തിയത്? ഞാനല്ലല്ലോ മെൽവിൻ വണ്ടി ഓടിക്കുന്നത്. വന്നിട്ട് കുളിച്ച് കഴിച്ച് വന്നിരുന്നതേ ഉള്ളൂ. സമയത്ത് പോയി ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടില്ല. അവിടെ പോയി തകർത്തിട്ടാകുമല്ലേ വന്നത്? എന്ത് തകർക്കാൻ? ബോറായിരുന്നു. മീറ്റിംഗ്, ടോക്സ്, ഫുഡ്, ഉറക്കം, ഇതൊക്കെ തന്നെ. ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നെങ്കിൽ വെറുതെ 2 ദിവസം പോകില്ലായിരുന്നു. നാളെ മുതൽ എന്നെ നൈറ്റ് മാത്രമേ കിട്ടത്തോളെ. പ്രാക്ടീസ് അല്ലേ, ഓർമ്മയുണ്ട്. ഉടനെ മെൽവിൻ ഒരു PSC ടെസ്റ്റ് ഇല്ലേ? വില്ലേജ് അസിസ്റ്റന്റ്. പഠിക്കുന്നുണ്ടോ? ആ. എന്താ മെൽവിൻ ഒരു ചൂടില്ലാത്തത്? പഠിക്കുന്നുണ്ട്. എന്നാ ശരി മെൽവിൻ. ഇപ്പോഴേ ഫോൺ വെക്കുവാണോ? 2 ദിവസമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. ഇനി ആ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് തീരുന്നവരെ നിന്നെ അധികം കിട്ടത്തുമില്ല. അതെല്ലാം കഴിയുമ്പോൾ എത്ര വേണമെങ്കിലും സംസാരിക്കാലോ. നിനക്ക് സത്യത്തിൽ എന്നോടും ഞാൻ പറയുന്നതിനോടും ഒക്കെ ഒരു പുച്ഛമാ. എന്നാ നിനക്ക് എന്നോടൊരു വില തോന്നുന്നത്? മെൽവിൻ, നാളെ വെക്കാൻ ഒരു അസൈൻമെന്റ് ഉണ്ട് എനിക്ക്. അതൊന്ന് എഴുതി വെച്ചിട്ട് കിടക്കാൻ നേരം വിളിക്കാൻ ഞാൻ. എന്താ? വിളിക്കുവോ? വിളിക്കുമെന്ന്. നീ കുളിക്കുന്നില്ലേ? കുളിക്കുന്നില്ലേന്നോ? നീ കുളിച്ചെന്നല്ലേ പറഞ്ഞത്? അത് എന്നോടല്ല, അനിലയോട് അപ്പുറത്തെ റൂമിലെ ഒരുത്തി ചോദിച്ചതാ. അനില ബാത്റൂമിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അനില കഴിഞ്ഞ് അവൾക്ക് കുളിക്കണം. നിങ്ങളൊക്കെ രാത്രിയിലാണോ കുളിക്കുന്നേ? ചൂടല്ലേ, അതുകൊണ്ട് എല്ലാവളുമാരും ദേഹം കഴുകും ഉറങ്ങും മുന്നേ. ശരി, വിളിക്കണേ. എന്ത് പണിയാണ്ടി നീ കാണിച്ചേ? ഇപ്പോൾ ഞാൻ കാണിച്ചതായി കുറ്റം. വന്നിട്ടൊന്ന് ശ്വാസം പോലും വിടാതെ അവനെ വിളിക്കാൻ പോയേക്കുന്നു. ഇത്രയും ലേറ്റ് ആയതിന് പിന്നെ ഞാൻ എന്ത് റീസൺ പറയും? എനിക്ക് വയ്യ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ. അതിലും ഭേദം കള്ളം പറയുന്നതാ. എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നേ? നോക്കി പേടിപ്പിക്കണ്ട. എനിക്കറിയാവുന്ന മാർത്തയല്ല ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത്. നീ ഒരുപാട് മാറി. വേഗം പോയി കുളിച്ചിട്ട് എടുത്തു വെച്ച് ആ ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഞാൻ കിടക്കുക, എനിക്ക് പീരീഡ്സാ. പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഉറങ്ങും മുൻപേ ഒന്ന് വിളിച്ചോ നിന്റെ മെൽവിനെ. പക്ഷെ 2 ദിവസമായിട്ട് നീ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ലെന്നും നാളെ മുതൽ ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് കഠിനമായിട്ട് ഉണ്ടാകുമെന്നും ഓർത്തിട്ട് വേണം സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ഗുഡ് നൈറ്റ്. എനിക്കറിയാവുന്ന മാർത്തയല്ല ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത്. നീ ഒരുപാട് തന്റെ സന്തോഷങ്ങളുടെ കവാടങ്ങൾ തുറക്കാനുള്ള താക്കോലുകൾ തന്റെ കയ്യിലല്ലേ ഉണ്ടാകേണ്ടത്, മറ്റൊരാളുടെ കയ്യിലാണോ?
ഹേ മാർത്ത, താൻ ഈ കോളേജിലായിരുന്നല്ലേ? എബിച്ചാൻ എന്താ ഇവിടെ? ഞാൻ ഇവിടുത്തെ മാനേജറിനെ കാണാൻ വന്നതാ. ഇതെന്താ ടൂർണമെന്റ് വല്ലതും ആണോ? അതെ, ഇന്ന് ഞങ്ങൾ സെന്റ് തെരേസസ് കോളേജും ആയിരുന്നു. ഞങ്ങൾ ജയിച്ചു. അങ്ങനെ പ്രിലിമിനറി റൗണ്ട് അങ്ങ് കടന്നു. ആഹാ, കൺഗ്രാറ്റ്സ്. നമ്മുടെ സമിതിയിൽ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് അങ്ങ് സംഘടിപ്പിച്ചാലോ? എന്നിട്ട് മാർത്തയ്ക്ക് അതിന്റെ ചാർജും തരാം. അയ്യ, എന്റെ തലയിൽ എല്ലാ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കാനാണെങ്കിൽ നടക്കില്ല മോനെ. എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കാം. അപ്പോൾ മാർത്ത ചാർജായി തുടങ്ങി. എന്നാലും ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയിട്ടോ. ഇനി മറക്കില്ലല്ലോ, ഞാൻ ഇവിടാ പഠിക്കുന്നത്. ഒരിക്കലും ഇല്ല. എന്നാ ശരി മാർത്ത, താൻ റെസ്റ്റ് എടുക്ക്. ഞാൻ മാനേജറിനെ ഒന്ന് പോയി കാണട്ടെ. ഓക്കെ, സീ യു. മെൽവിൻ, നിൽക്ക് മെൽവിൻ. വന്നിട്ട് എന്നെ കാണാതെ പോകുവാണോ? കാണേണ്ടവര് നിന്നെ വന്ന് കണ്ടല്ലോ. അവനോടും പറഞ്ഞല്ലേ കോമ്പറ്റീഷന്റെ കാര്യം? ഞാനൊന്നും പറഞ്ഞില്ല. പറയാതെ പിന്നെ അവന് ദർശനം ഉണ്ടായോ? പുള്ളിയുടെ ആവശ്യത്തിന് വന്നതിന് ഞാൻ എന്ത് പിഴച്ചു? അവനിപ്പോൾ ഇവിടെ എന്താവശ്യമുള്ളേ? മാനേജറിനെ കാണാൻ വന്നു എന്നാ പറഞ്ഞത്. വിശ്വസിക്കാവുന്ന കള്ളം പറയാമായിരുന്നു. ഞാൻ എന്തിനാ ഈ കാര്യത്തിൽ കള്ളം പറയുന്നേ? നിന്റെ കാര്യമല്ല അവന്റെ. പുള്ളി പറഞ്ഞത് കള്ളമായാലും സത്യമായാലും അത് നമ്മുടെ ഇടയിൽ വിഷയമാക്കേണ്ട കാര്യമെന്താ? നിനക്കൊന്നും ഒരു വിഷയമല്ലല്ലോ. ലീവും എടുത്ത് നിന്നെ കാണാൻ വന്ന എനിക്ക് എന്തായാലും മനസ്സ് നിറഞ്ഞു. മെൽവിൻ, മതി നിന്റെ അഭിനയം, ഞാൻ പോകുന്നു. Don't you regret, Martha? Didn't I warn you not to take decision on any sentiments? Regret എനിക്കില്ല. ഇനിയും എത്രത്തോളം നീ താഴണം കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവാൻ. ഞാൻ അവന് കൊടുത്ത വാക്കാണ് കൂടെ ഉണ്ടാകുമെന്ന്. Promises are meant to be broken, right? Just tell me, are you happy in your so-called love life? You are taking too much time to answer this simple question, Martha. You are not confident enough to say yes, but you are too weak to say no, right? Well, girl, you are trapped. Melvin, I can't take it anymore. ഇത് സ്നേഹമല്ല, സംശയരോഗം. നീ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യില്ലായിരുന്നു. എനിക്ക് വയ്യ. വയ്യെങ്കിൽ നിർത്തിയിട്ട് പോടി. യെസ്, ദാറ്റ്സ് ഇറ്റ്. വി ആർ ഓവർ. Melvin, I have to do this. I want to come out from this mess. Hello, Melvin. കൺഗ്രാറ്റുലേഷൻസ് മാർത്ത. നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ അവിടെ വന്നിട്ടും നിന്നെ അറിയിക്കാതെ മാറി നിന്നത്. എന്റെ പ്ലാൻ എല്ലാം തെണ്ടി നശിപ്പിച്ചു. നമ്മുടെ ഒരു ദിവസം നിന്നെയും കൂട്ടി എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്നും ഞാൻ വിചാരിച്ചിരുന്ന. ഇനി പോട്ടെ. ഞാനിവിടെ എത്തിയോന്ന് പോലും നീ അന്വേഷിച്ചില്ലല്ലോ. ടൈം കിട്ടി കാണില്ല അല്ലേ? എപ്പോൾ എത്തി? അരമണിക്കൂർ മുന്നേ. നീ ഹോസ്റ്റലിൽ എത്തിയോ? വന്നതേ ഉള്ളൂ. പിന്നെ നിന്റെ കളി കാണാൻ നല്ല രസമാട്ടോ. ശരിക്കും നീ തന്നെയായിരുന്നു ആ കളി കൊണ്ടുപോയത്. ഐ ആം ഷുവർ നിങ്ങൾക്ക് തന്നെ കപ്പ് കിട്ടും. അതിന് മെൽവിൻ മറ്റുള്ള ടീംസിന്റെ കളി കണ്ടില്ലല്ലോ. കണ്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പാ. അതെങ്ങനെ? കളിക്കുന്നത് നീയല്ലേ, കപ്പ് ഇന്ന് പോരും. ഐ ട്രസ്റ്റ് യു. നിനക്ക് നല്ല ക്ഷീണം കാണില്ലേ? എനിക്കും യാത്ര ചെയ്തതുകൊണ്ടാകും നല്ല ഉറക്കം വരുന്നു. ഞാനും ഉറങ്ങാൻ പോകുക. ഫോണും നോക്കിയിരിക്കല്ലേ, നേരത്തെ പോയി ഉറങ്ങണം. ഗുഡ് നൈറ്റ്. ലവ് യു. ഗുഡ് നൈറ്റ്. ലവ് യു ടു. ഹേയ്, കൺഗ്രാറ്റ്സ്. അവൻ തീർത്ത കുരുക്കിൽ നീ നല്ല ഭംഗിയായി വീണ് കഴിഞ്ഞിരിക്കുന്നു മാർത്ത. നീ അഴിക്കാൻ നോക്കും തോറും കെട്ടി വീണുകൊണ്ടിരിക്കുന്ന വലിയൊരു കുരുക്കാണിത്. ഡു യു തിങ്ക് ഇറ്റ്സ് ഈസിയർ ടു കം ഔട്ട്? നോ ബേബി, യു കാനോട്ട്.
പൈലോസൈറ്റിക് ആസ്ട്രോസൈറ്റോമ. ഒരു ഡോക്ടറായ നിന്നോട് അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ലല്ലോ അല്ലേ? എന്തേ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? കുട്ടിത്വവും നിഷ്കളങ്കതയും നിറഞ്ഞു നിൽക്കുന്ന അവൾക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു കരം ദൈവം അവളുടെ തലയിൽ വെച്ചു കൊടുത്തെന്ന്, ക്യാൻസറിന്റെ രൂപത്തിൽ. എടാ പ്രണോയ്, ഒരു ഭീകര സാധനത്തെ തലച്ചോറിൽ കൊണ്ട് നടക്കുന്ന അവൾക്കില്ലാത്ത ടെൻഷൻ ഒരു ഡോക്ടറായ നിനക്കോ? പ്രണോയ്, നീ എന്താ ഇത്രയും ലാഘവത്തോടെ സംസാരിക്കുന്നത്? അതും ബ്രെയിൻ ക്യാൻസർ. ബിക്കോസ് ഐ എം ആൻ ഓങ്കോളജിസ്റ്റ്. നിനക്ക് ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളായി വരുന്ന ആളുകൾ എങ്ങനെയാണോ അതുപോലെയാണ് എനിക്കിതും. നീ അവരുടെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്നു കൊടുക്കുവോ അവരുടെ രോഗവിവരങ്ങൾ അറിയുമ്പോൾ? ഇല്ലല്ലോ. പല വികാരങ്ങളും എവിടോ പണയം വെച്ചിട്ടല്ലേടാ നമ്മൾ ഈ പ്രൊഫഷനിലോട്ട് ഇറങ്ങിയത്. ഇന്നലെ കയറി വന്ന നിനക്ക് അവളുടെ രോഗവിവരം അറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ മുന്നിൽ നാളുകളായിട്ട് പാറിപ്പറന്ന് നടന്നവൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബ്രെയിൻ ക്യാൻസർ ആണെന്ന്, അതും ഞാൻ തന്നെ കണ്ടെത്തിയപ്പോൾ എന്റെ അവസ്ഥ നിനക്ക് ഊഹിക്കാൻ കഴിയുമോ? എനിക്കൊന്നുമില്ലല്ലോ പപ്പു എന്ന് ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ കണ്ണു നിറയാതെ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തു എന്ന് നിനക്കറിയാമോ? പക്ഷേ ക്യാൻസർ ആണെന്ന് ഞാൻ പേടിയോടെ പറഞ്ഞപ്പോഴും അവളുടെ മുഖത്തുണ്ടായിരുന്ന ചിരി അല്പം പോലും മങ്ങിയിരുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? ഷീസ് റെഡി ടു ഫേസ് ദ ഡെത്ത്, ആൽവി. നീ ഒരു ഡോക്ടറാണെന്ന് മറക്കരുത്. ഹൂ വി ആർ, ആൽവി? മീഡിയേറ്റേഴ്സ്. ദൈവത്തിനും രോഗികൾക്കും മധ്യേ നിൽക്കുന്ന വെറും ഇടനിലക്കാർ. ദൈവവും രോഗിയും ടൈപ്പ് ആകാതെടുത്ത് നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? രോഗി ഓൾറെഡി മരിക്കാൻ റെഡിയായാൽ പിന്നെ ഡോക്ടറിന് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ശ്രീ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? വൈ? ഷീ ഹാസ് നോ റീസൺ ടു ലീവ്. വാട്ട് യു മീൻ? അത് നീ അവളോട് ചോദിക്കണം. ജീവൻ രക്ഷിച്ചിട്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ലെന്നാണ് അവളുടെ വാദം. ഒരു ദിവസം മുന്നേ മരിച്ചാൽ അവൾക്ക് അത്രയും സന്തോഷം. ഒരു ഡോക്ടറായി നീ ഇങ്ങനെ സംസാരിക്കരുത് പ്രണോയ്. യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു സേവ് യുവർ പേഷ്യൻസ്. ചികിത്സിക്കേണ്ടെന്ന് വാശി പിടിച്ച് നിൽക്കുന്നവളെ ബലം പിടിച്ച് ചികിത്സിക്കാനൊന്നും എനിക്ക് കഴിയില്ല, ആൽവി. ശ്രീ അപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. സോഷ്യൽ സർവീസ് എന്നും നിന്റെ ഫ്രണ്ട് ആണെന്നും. അവൾ പറഞ്ഞതൊന്നും കള്ളമല്ല. അവൾ കള്ളം പറയാറില്ല. സോഷ്യൽ വർക്കിന് വേണ്ടി തന്നെയാ അവളിവിടെ വന്നത്. അവൾ എല്ലാവരോടും കൂട്ടുകൂടിയെങ്കിലും ഞങ്ങളുടെ ഇടയിലെ ബോണ്ട് ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ പോകുമ്പോഴാ ഇടയ്ക്കിടെ അവൾക്ക് തലവേദന വന്നത്. കാരണം അറിയാൻ എന്റെ നിർബന്ധത്തിന് നോക്കിയപ്പോഴാണ്. പ്രണോയ്, ഇനിയാണെങ്കിലും അവളെ രക്ഷിക്കാൻ കഴിയില്ലേ? ഗ്രേഡ് 1 ആസ്ട്രോസൈറ്റോമ, അതും ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ആ ട്യൂമർ ഏത് അവസ്ഥയിലാണെന്ന് ഒരു പിടിയില്ല. എങ്കിലും ആസ്ട്രോസൈറ്റോമ ആയതുകൊണ്ട് ഇനി ആയാലും നമുക്കൊന്ന് നോക്കാവുന്നതേ ഉള്ളൂ. ആൽവി, അതിനാദ്യം അവള് വില്ലിങ് ആവണം. നീ എന്തുകൊണ്ട് ഇതൊന്നും എന്നോട് മുന്നേ പറഞ്ഞില്ല? രോഗി എന്ന സഹതാപം അവൾക്ക് ആരിൽ നിന്നും സഹിക്കാൻ കഴിയില്ലെന്ന് രോഗം അറിഞ്ഞ അന്നേ എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീയുമായിട്ടുള്ള എന്റെ സൗഹൃദം അറിഞ്ഞപ്പോൾ നീ അറിയരുതെന്ന് അവൾ എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടു. നീ ഒരിക്കലും അവളെ സഹതാപത്തോടെ നോക്കരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. യു ആർ വെരി സ്പെഷ്യൽ ഫോർ ഹർ, ആൽവി. നീ അവളോട് അടുത്തപ്പോഴും ആ അടുപ്പം മറ്റൊരു രീതിയിലേക്ക് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴും ഞാൻ മൗനം പാലിച്ചത് ഇനി നിന്നിലൂടെ മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. പ്രണോയ്, ആൽവി, ഗീവ് ഹെർ എ റീസൺ ടു ലീവ്. അവൾക്ക് ജീവിക്കണമെന്നൊന്ന് തോന്നിയാൽ മതി നമുക്ക് അവളെ രക്ഷിക്കാൻ കഴിയും. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നീ കറക്റ്റ് ടൈമിൽ തന്നെ ഈ ഹോസ്പിറ്റൽ ജോയിൻ ചെയ്യില്ലായിരുന്നു. അവളെ പരിചയപ്പെടില്ലായിരുന്നു. നിങ്ങൾ അടുക്കില്ലായിരുന്നു. അവൾക്കും നിന്നെ ഇഷ്ടമാടാ. ബട്ട് ഷീസ് നോട്ട് അവെയർ ഓഫ് ദാറ്റ്. മേക്ക് ഹെർ റിയലൈസ്. ബി ഹെർ റീസൺ ടു ലീവ്, ആൽവി. നീ പറഞ്ഞതുകൊണ്ടല്ല, ഞാനൊരു ഡോക്ടർ എന്നതിലുപരി അവളെ ജീവിതത്തിൽ കൊതിച്ചവനാണ്. എനിക്കവളെ വേണം പ്രണോയ്. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഓയ് പേഷ്യന്റ്, ഇങ്ങനെയാണോ പേഷ്യന്റ് ട്രീറ്റ്മെന്റിനോട് സഹകരിക്കുന്നത്? ഇങ്ങനെയായാൽ എങ്ങനാ? ഡോക്ടർ മാത്രം വിചാരിച്ചാൽ രോഗം മാറില്ല. രോഗിയും വിചാരിക്കണം. എന്താ ഉദ്ദേശം? രോഗം മാറണ്ടേ? മാറ്റണ്ടേ നമുക്ക്? ഓഹോ, ഹൃദയം ഇപ്പോൾ പൊട്ടിച്ചാവുമെന്ന് പറഞ്ഞാണല്ലോ അന്ന് എന്റെ അടുത്ത് വന്നത്. എന്നിട്ടിപ്പോൾ ഞാനെന്തോ ഇല്ലാത്ത കാര്യം പറയുന്ന പോലെയാണല്ലോ നിൽപ്പ്. പതുക്കെ പറ്റൂ, ആദ്യം ആ ഹൃദയമിടിപ്പ് ശീലമാക്ക് എന്നൊക്കെ പറഞ്ഞത് ഡോക്ടറല്ലേ?
എന്നിട്ട് ശീലമാക്കിയോ? എങ്ങനെയാ ശീലമാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ ചോദിക്കണം. വാ. നന്നായിട്ട് ഹൃദയം ഇടിക്കുന്നുണ്ടല്ലോ. ഡോക്ടർ എന്റെ അടുത്തല്ലേ നിൽക്കുന്നേ? ശ്രീക്ക് ഹൃദയം ഇടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ 1 കിലോമീറ്റർ മാറി നിന്നാൽ എനിക്ക് സംസാരിക്കാൻ പറ്റൂ ശ്രീ? ഓക്കെ, ഞാൻ പറയുന്ന പോലെ ശ്രീ ചെയ്യണം. ലുക്ക് ഇൻ ടു മൈ ഐസ്. വേറെ എങ്ങും ശ്രദ്ധിക്കരുത്. ഓൺലി ടു മൈ വോയിസ്. കണ്ണ് ചിമ്മിയാൽ കുഴപ്പമുണ്ടോ? കണ്ണ് ചിമ്മാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്തോ. പറ്റാതിരിക്കാൻ എന്താ? ഇനി സംസാരിക്കരുത്. ശ്രീ, നിന്റെ ലോകം എവിടാ? എല്ലാവരുടെയും ലോകം ഇതല്ലേ, നമ്മൾ ജീവിക്കുന്നിടത്ത്. അപ്പോൾ എന്റെ ഇതല്ലേ? ഡോക്ടറിന്റെ വേറെ എവിടെയെങ്കിലും ആണോ? എന്റെ കണ്ണുകളിൽ കാണാം നിനക്കിപ്പോൾ എന്റെ ലോകത്തെ. ഇപ്പോൾ ഡോക്ടറിന്റെ കണ്ണുകളിൽ ഞാനാണല്ലോ ഉള്ളത്. ലോകം എവിടെ? എന്റെ ലോകത്തെ കാണാനുള്ള കാഴ്ച നിനക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ നെഞ്ചെടുപ്പൊക്കെ സെറ്റായോ? ഇപ്പോൾ ഓക്കെ ആയി. ഇതെന്ത് മാജിക്ക്? ഡോക്ടറിന്റെ അടുത്തായിട്ടും പഴയതുപോലെ നെഞ്ചിടിക്കുന്നില്ല. ഇപ്പോൾ നെഞ്ചെടുപ്പ് ശീലമാക്കാൻ പഠിച്ചോ? ഇനി നെഞ്ചെടുപ്പ് വന്നാൽ ഡോക്ടറിന്റെ കണ്ണിലോട്ട് നോക്കിയിരുന്നാൽ മതി അല്ലേ? ഡോക്ടർ എന്തിനാ ചിരിക്കുന്നേ? അങ്ങനെയല്ലേ ഇപ്പോൾ എന്റെ നെഞ്ചിടിപ്പ് മാറിയത്. ഇനിയും നെഞ്ചിടിപ്പ് വരുമ്പോൾ ഞാൻ ഡോക്ടറിന്റെ കണ്ണിൽ നോക്കിയാൽ പോരെ? വർക്കാകുമെന്ന് നമുക്ക് നോക്കാം. See you, doctor. ശ്രീ, നാളെ എനിക്ക് ഓഫാ. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? അയ്യോ, അങ്ങനെ അന്യ പുരുഷന്മാരുടെ കൂടെ കറങ്ങാൻ പോകുന്നത് മോശം പെൺപിള്ളാരാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാലോ. ഞാനിപ്പോൾ ശ്രീക്ക് അന്യപുരുഷനാണല്ലേ? അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു? ശ്രീ അല്ലേ പറഞ്ഞത് അന്യപുരുഷന്റെ കൂടെ കറങ്ങാൻ പോകില്ലെന്ന്? ഡോക്ടർ, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, കുഴപ്പമില്ല. ശ്രീ പൊക്കോ. ഞാൻ ശ്രീയോടൊന്നും ചോദിച്ചിട്ടില്ല. ഡോക്ടറിന് വിഷമമായോ? ശ്രീ ചെല്ല്. ഡോക്ടർ, നാളെ എപ്പോഴാ പോകുന്നേ? ഞാൻ റെഡിയായി ഹോസ്പിറ്റലിൽ വന്നാ മതിയോ? चांद सिफारिश जो करता हमारी, देता वो तुमको बता। शर्मो हया के पर्दे गिरा के करनी है हमको हता। जिद है अब तो है होता को मिटाना, होना है तुझ में फना। चांद सिफारिश जो करता हमारी, देता वो तुमको बता। शर्म हया के पर्दे गिरा के करनी है हमको हता। तेरी अदा भी है जो के वाली, छूके गुजर जाने दे। तेरी लचक है कि जैसे डाली, दिल में उतर जाने दे। आज बाहों में करके बहाना, होना है तुझ में फना। ശ്രീ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഒരുപാട്. വൈ? ഡോക്ടർ സൂപ്പർ അല്ലേ? ശ്രീ, ഡോക്ടർ പറയുന്നത് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. നിനക്ക് എന്നോടുള്ള സ്നേഹം എന്താണ്? ഞാൻ നിനക്ക് തരുന്ന സ്നേഹം നിനക്ക് സ്പെഷ്യൽ ആണോ? അത് എന്നും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ആയുസ് നിനക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഈ ഡോക്ടറിനെ എന്നും ഒരു പ്രത്യേക ടാഗ് ലൈൻ ഇല്ലാതെ സ്നേഹിക്കാനാണോ
നീ ഉദ്ദേശിക്കുന്നത്? അന്യപുരുഷനുമല്ല, എന്നാൽ പ്രത്യേകിച്ച് ആരുമല്ല. പിന്നെ ഞാൻ നിനക്കാരാ? ഇത്രയും ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരം കിട്ടുമ്പോൾ മടിക്കാതെ എന്റെ അടുത്ത് വന്ന് പറയണം. പറയൂ. നിനക്ക് എന്നോടുള്ള സ്നേഹം എന്താണ്? ആര്യക്കുട്ടി, അമ്മ, എൻ്റെ മോൾക്കിന്ന് എന്ത് പറ്റി? പ്രയർ റൂം ഒരുക്കാൻ വന്നില്ല. ഭക്ഷണം ആർക്കോ വേണ്ടി കഴിച്ചിട്ട് പോയി. എന്താ? അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. എന്നെ എന്താ ഇഷ്ടം? നീ എൻ്റെ പൊന്നായതുകൊണ്ട്. നമുക്കെല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചൂടെ? പറയാൻ കൊള്ളാം, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണമെന്ന്. പക്ഷേ എല്ലാവരെയും ഒന്നുപോലെ കണ്ട് ഒരേ സ്നേഹം പകരാൻ മനുഷ്യർക്ക് കഴിയില്ല. മനുഷ്യര് സ്നേഹത്തിന്റെ കാര്യത്തിൽ പിശുക്കര. അതുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ സ്നേഹം കൊടുക്കൂ. അതിൽ പോലും വേർതിരിവുണ്ട്. അതെന്തിനാ വേർതിരിക്കുന്നേ? നീ ചെടി നനയ്ക്കുമ്പോൾ ചില ചെടികൾക്ക് കൂടുതൽ വെള്ളം ഒഴിക്കില്ലേ? ചിലതിന് തീരെ ഒഴിക്കാറില്ലല്ലോ. അതെന്താ? അത് ചിലതിന് നല്ലപോലെ വെള്ളം കിട്ടിയാലേ എനിക്ക് നല്ല പൂക്കൾ തരൂ. ആണല്ലോ. നിന്റെ ജീവിതത്തിൽ സന്തോഷം നിറയണമെങ്കിൽ ചിലരെ കൂടുതലായി സ്നേഹിക്കണം. ആരാ ഈ ചിലർ? നിനക്ക് ജന്മം തന്നവർ, നിന്റെ കൂടെ പിറപ്പ്, പിന്നെ നിന്റെ പാതിയാകാൻ പോകുന്ന ആൾ, നീ ജന്മം കൊടുക്കാൻ പോകുന്നവർ, അങ്ങനെ അങ്ങനെ. പാതി എന്താ? അത് നിനക്ക് ഈ രാത്രി എന്തൊക്കെ സംശയങ്ങളാ ആര്യ? അമ്മ പറ, ഈ പാതിന്ന് വെച്ചാൽ? പാതിന്ന് വെച്ചാൽ നിന്നെ പൂർണ്ണമാക്കുന്ന ആൾ, നിന്റെ കുറവുകളെ നിറവുകളാക്കുന്ന, നിനക്ക് നിറവേകാൻ കഴിയുന്ന ആൾ, നിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ കഴിയുന്ന, തിരിച്ചും അതുപോലെ നിന്നെ അതിർവരമ്പുകളില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന, നിനക്കും സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ. ചുരുക്കം പറഞ്ഞാൽ നീ കല്യാണം കഴിക്കുന്ന ആൾ. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അതെന്താ, നിനക്ക് കല്യാണം കഴിച്ചാൽ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങൂ? രാത്രി അവളുടെ ഓരോരോ സംശയങ്ങൾ. മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ. അമ്മ, ശരിക്കും ചോദിച്ചതാ. ഞാൻ കല്യാണം കഴിച്ചാൽ പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? ആര്യ, കല്യാണം എന്നത് ഒരു ചടങ്ങാ. 2 പേരെ ചേർക്കാനുള്ള ഒരു ചടങ്ങ്. 2 മനസ്സുകൾ തമ്മിലുള്ള കൂടിച്ചേരലാ കുഞ്ഞെ ശരിക്കും വിവാഹം. മനസ്സ് ചേരാതെ ശരീരം ചേർന്നിട്ട് എന്താ കാര്യം? നിന്റെ പൊട്ട ബുദ്ധിയിൽ നീ ആലോചിച്ച് കൂട്ടുന്നതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്. ശരീരം നശിച്ചാലും മനസ്സ്, ആത്മാവ് നശിക്കില്ല. അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് കല്യാണം കഴിക്കാം. അപ്പമല്ല, അട. മിണ്ടാതുറങ്ങിക്കോ. ഇനി വാ തുറന്നാൽ നാളത്തെ നിന്റെ ഇഡലി ഞാൻ ടോമിക്കിട്ട് കൊടുക്കും. അവളും അവളുടെ കുറെ കുനിഷ്ട ചോദ്യങ്ങളും. ചേച്ചി, ആര്യ, ഡോക്ടർ എവിടെ? ഇന്ന് കണ്ടില്ല. നിന്റെ ഡോക്ടറിനെ മുറിവ് ഡ്രസ് ചെയ്യിക്കാൻ കൊണ്ടുപോയേക്കോ. ഡോക്ടറിന് എന്ത് പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് പതിവില്ലാതെ ബൈക്കും കൊണ്ട് വന്നതാ. വന്ന വഴിക്ക് ഒരു പട്ടി കുറുക്ക് ചാടി, ബൈക്കിൽ നിന്ന് വീണു. അങ്ങനെ ആര്യ, ആര്യ, ഈ പെണ്ണ്. ശ്രീ എന്താ ഇവിടെ? പൊക്കോ ശ്രീ. സിസ്റ്റർ, ഒന്ന് പുറത്തോട്ട് പോകൂ. ശ്രീ, ഇങ്ങോട്ട് വന്നേ. എന്ത് പറ്റി? വേദനയുണ്ടോ? മുഖത്തോട്ട് നോക്കിക്കേ. ശ്രീയുടെ ഈ കണ്ണുകൾ നിറഞ്ഞത് എനിക്ക് വേണ്ടിയാണോ? ഞാനൊന്ന് വന്നോട്ടെ. ഡോക്ടർ ആൽവിൻ, ഇതൊരു ഹോസ്പിറ്റലാണ്. നീ ഒരു ഡോക്ടറാണ് കേട്ടോ. അലീന, നീയാണോ ശ്രീയോട് പറഞ്ഞത്? നീ എവിടെയെന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു തീർക്കാൻ സമ്മതിച്ചില്ലല്ലോ. അതിനു മുന്നേ പ്രാണൻ എവിടെയാണെന്നുള്ള രീതിയിൽ ഒരു ഓട്ടം അല്ലായിരുന്നോ? എന്റെ പൊന്നാര്യ, കണ്ടില്ലേ, അവനൊന്നുമില്ല.
വീണതിന്റെ ചെറിയ വെച്ചുകെട്ടൽ, അത്രേ ഉള്ളൂ. അവൻ ഓക്കെ ആയിക്കോളും. ശ്രീ നല്ല കുട്ടിയല്ലേ, ചെല്ല്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾക്ക് നിന്നെ എന്തിഷ്ടാണ്? എനിക്കും അങ്ങനെ തന്നെയാ അലീന. അവളാണിപ്പോൾ എന്റെ ലോകം. നിനക്ക് അവളോട് പറഞ്ഞൂടെ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ, എനിക്കും ഡോക്ടറിനെ ഇഷ്ടമാണല്ലോ എന്നവള് പറഞ്ഞോളെ. പകരം കല്യാണം കഴിക്കണമെന്ന് പറയണം. അലീന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ നീ അതറിഞ്ഞതായി പോലും ഭാവിക്കരുത്. എല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കണം. പ്രോമിസ് മീ. എന്താണ്? ഐ പ്രോമിസ് യു. ആൽവി, പറയടാ. and what's your decision? എനിക്കെവിടെ വേണം? Then claim your girl. I'm with you, no matter whatever happens. है जो इरादे बता दूं तुमको, शर्मा ही जाओगी तुम। धड़कने जो सुना दूं तुमको, घबरा ही जाओगी तुम। हमको आता नहीं है छुपाना, होना है तुझ में फना। ഡോക്ടറിനെ ആണോ നോക്കുന്നേ? അവൻ എന്നും ലീവാ. ആ, നമ്മളും ലീവ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ എന്ന് വരും? എന്ന് വന്നാലും നിനക്കെന്ത് പെണ്ണേ? पर्दे गिरा के करनी है हमको हता, जिद है अब तो है खुद को मिटाना, होना है तुझ में फना। ആര്യ, മോളെ, നീ ആരോടാ ഈ പിണക്കം? എത്ര ദിവസമായി നീ മര്യാദയ്ക്കൊന്ന് ആഹാരം കഴിച്ചിട്ട്? നിനക്ക് എന്തു പറ്റി? സുഖമില്ലേ? ഡോക്ടറിനെ കാണണോ? എന്നാ വാ, കാഷ്വാലിറ്റി കാണിക്കാം. എനിക്ക് ഡോക്ടറിനെ കണ്ടാ മതി. ഡോക്ടറിനെ കാഷ്വാലിറ്റിയിലും കാണാമെടി. അതല്ല, ആൽവിൻ ഡോക്ടർ. അങ്ങേരെ കാണാൻ നിനക്കിപ്പോൾ എന്താ പ്രശ്നം? ഡോക്ടർ വണ്ടിയിൽ നിന്ന് വീണ് മുറിവ് പറ്റി. 3 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ഇല്ല. എനിക്ക് കാണണം. നീ ഇങ്ങോട്ട് നോക്കിക്കേ. കണ്ണൊക്കെ നിറഞ്ഞല്ലോ പെണ്ണിന്റെ. ഈ ഡോക്ടർ ആരാ നിനക്ക്? ഡോക്ടർ എന്റെ ഫ്രണ്ടാ. വെറും ഒരു ഫ്രണ്ടിന് വേണ്ടിയാണോ എൻ്റെ കൊച്ചു പട്ടിണി കിടക്കുന്നതും കരയുന്നതും ആകുലപ്പെടുന്നതും ആളെ കാണാൻ ഇങ്ങനെ വീർപ്പ് മുട്ടുന്നതും ഒക്കെ? അതെന്താ, ഫ്രണ്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനൊന്നും ആയിക്കൂടെ? ആവാം, പക്ഷെ എല്ലാ ഫ്രണ്ട്സിനോടും അങ്ങനെ തന്നെ ആയിരിക്കണം. 6 മാസം മുന്നേ നിന്റെ പപ്പു ഡോക്ടർ നിന്റെ മുന്നിൽ നടുവും തല്ലി വീണപ്പോൾ നോക്കി നിന്ന് ചിരിച്ചതും പോരാഞ്ഞിട്ട് 2 ദിവസം ഇവിടെ അതോർത്ത് ചിരിച്ചുകൊണ്ട് നടന്നവളാ നീ. എൻ്റെ അറിവിൽ നിന്റെ പപ്പു ഡോക്ടർ നിനക്കൊരു ഫ്രണ്ട് മാത്രമല്ല, സഹോദരതുല്യനാണ്. മരിച്ചുപോയ നിന്റെ ചേട്ടൻ്റെ സ്ഥാനം നീ കൊടുത്തവൻ. പ്രണോയ് ഡോക്ടറിനില്ലാത്ത എന്ത് പ്രത്യേകതയാ നിന്റെ ആൽവിൻ ഡോക്ടറിനുള്ളത്? അറിയില്ല. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? നിന്റെ ആൽവിൻ ഡോക്ടർ അത്ര അടിപൊളിയാണെങ്കിൽ നമ്മുടെ നീനുവിന് ഡോക്ടറിനെ കല്യാണം ആലോചിച്ചാലോ? വേണ്ട. എന്നാൽ ഇന്ദു? വേണ്ട. മീനാക്ഷി? വേണ്ട. എന്നാ പിന്നെ നീ പോയി കെട്ട് നിന്റെ ഡോക്ടറിനെ. ശ്രീ, എല്ലാവരും ശ്രദ്ധിക്കുന്നു. വാ. ഡോക്ടർക്ക് സുഖമായോ? അതൊക്കെ എപ്പോഴേ റെഡിയായി. പിന്നെന്താ ഇത്രയും ദിവസം ഡോക്ടർ വരാഞ്ഞത്? അത് വേറെ കുറെ അത്യാവശ്യങ്ങൾ വീട്ടിൽ വന്നു, അതാ. ശ്രീ, എന്തു പറ്റി ഇങ്ങനെ നോക്കുന്നത്? ഡോക്ടറല്ലേ പറഞ്ഞത് ഹൃദയമിടിപ്പ് നേരെയാകാൻ ഡോക്ടറിന്റെ കണ്ണിൽ നോക്കി ഇരിക്കണമെന്ന്. എന്നിട്ടിപ്പോൾ റെഡി ആകുന്നുണ്ടോ? ഞാൻ അടുത്തോട്ട് വരട്ടെ, നന്നായിട്ട് നോക്കാൻ. ഡോക്ടർ, പേഷ്യൻസ് ആർ വെയിറ്റിംഗ്. വിളിച്ചോ.
എന്റെ പൊന്നാരിയെ, നീ എങ്ങോട്ടാ ഈ പാണ്ടിലോറിയെ പോലെ പോണേ? മനുഷ്യനെ കൊല്ലുമല്ലോ. ആര്യ, എന്തു പറ്റി? പപ്പു ഡോക്ടറെ, എനിക്ക് മരിക്കണ്ട. എനിക്ക് എന്റെ ഡോക്ടറിന്റെ കൂടെ ജീവിക്കണം. എനിക്ക് മരിക്കണ്ട പപ്പു ഡോക്ടറെ. എടാ ചെറ്റ്, എന്താടാ? ഡാ നാറി, നീ എന്താടാ പ്രണോയ്? എടാ ഡാഷ് മോനെ, താങ്ക്സ്. എന്തിന്? എടാ അവള് പറഞ്ഞടാ, അവൾക്ക് നിന്നോടൊപ്പം ജീവിക്കണം, മരിക്കണ്ടെന്ന് പറഞ്ഞടാ. ശ്രീ, അതേടാ നിന്റെ ശ്രീ, നിന്റെ മാതൃശ്രീയാകാൻ അവൾക്ക് ജീവിക്കണമെന്ന്. ഇതാണോ ശ്രീയുടെ ബിഗ് ഫാമിലി? അതെ, വാ അമ്മയെ പരിചയപ്പെടുത്താം. അമ്മ, ഇത് നിന്റെ ഡോക്ടർ അല്ലേ? മോള് പോയി ഡോക്ടറിനെ കുടിക്കാനെടുക്ക്. ഡോക്ടർ ഇരിക്ക്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നറിയാം. എല്ലാത്തിനും ഞാൻ മറുപടി തരാം. കേട്ടിട്ട് എൻ്റെ കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രം മതി. സിമ്പതി വേണ്ട എൻ്റെ കുഞ്ഞിന്. അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അതുതന്നെയാണ്. ഞാൻ അവളുടെ പെറ്റമ്മയല്ല, പെറ്റമ്മയുടെ സ്ഥാനം അവൾ നൽകിയവൾ. എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകളാണ് ആര്യശ്രീ. മാരീഡ് ലൈഫിനോട് താല്പര്യമില്ലാതെ ഞാൻ സ്വന്തക്കാരെ ഉണ്ടാക്കാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ വൃദ്ധസദനം. ആരോരുമില്ലാത്ത ചിലരെയും കൂടെ കൂട്ടിയാണ് ഞാൻ ഈ സ്ഥാപനം കൊണ്ടുപോകുന്നത്. ആര്യശ്രീയുടെ നാട് ഇതല്ല, ഇടുക്കി. 3-4 വർഷം മുന്നേ അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ കുടുംബം അതിൽ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞാണ് ഞാൻ അവിടെ ചെന്നത്. ചെന്നപ്പോൾ അവളുടെയും ഭർത്താവിൻ്റെയും മകൻ്റെയും ശവശരീരങ്ങൾ കണ്ടു, മോളുടെ കണ്ടില്ല. റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറുകൾക്ക് ശേഷമാണ് മരണത്തോട് മന്നിട്ട് ഐസിയുയിൽ കിടക്കുന്ന ആര്യശ്രീയെ കണ്ടെത്തിയത്. അവളോട് ദൈവം എന്ത് ക്രൂരതയാണ് കാട്ടിയതെന്ന് ഞാൻ ആ നിമിഷം ഓർത്തുപോയി. അവളെ മാത്രം എന്തിനു ബാക്കി വെച്ചു എന്ന്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അവളെ എനിക്ക് വേണ്ടി ദൈവം കരുതിയതാണെന്ന്. ഞാൻ എപ്പോൾ ഫോൺ ചെയ്താലും ആര്യയുടെ അമ്മയ്ക്ക് ആര്യയെക്കുറിച്ചുള്ള ആകുലതകൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. +2 വരെ കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു അവളുടെ പഠനം. അത് കഴിഞ്ഞ് ഒരു കോളേജിൽ വിടാൻ അവളുടെ അമ്മയ്ക്ക് പേടിയായിരുന്നു. ആര്യയുടെ ഈ നിഷ്കളങ്കമായ സ്വഭാവം തന്നെയായിരുന്നു കാരണം. അവൾക്ക് സോഷ്യൽ വർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ BSW ഡിസ്റ്റൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അവസാന സെമ്മിൻ്റെ സമയത്തായിരുന്നു ആ ദുരന്തം. ഒരുപാട് നാൾ അവൾ ആരോടും മിണ്ടാതെ നടന്നു. കുറേ സമയം പിടിച്ചു നോർമലാകാൻ. എൻ്റെ നിർബന്ധത്തിന് കോഴ്സ് കംപ്ലീറ്റ് ആക്കി. പിന്നെ കളിയും ചിരിയുമായി ഇവിടെ അവൾ നന്നായി ഇണങ്ങി. പക്ഷേ അവളെ അവളുടെ നട്ഷലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ശരിയാകില്ല എന്ന് തോന്നിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഞാൻ അവൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ എന്ന വണ്ണം അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ഫ്രണ്ടായ ഹോസ്പിറ്റൽ HR വഴി ഒരുക്കി കൊടുത്തത്. അതവളിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി. എല്ലാം നന്നായി പോകുമ്പോഴാണ് ദൈവം വീണ്ടും പരീക്ഷിക്കാനായി ഒരു രോഗത്തിൻ്റെ രൂപത്തിൽ വന്നത്. ഞങ്ങളുടെ എല്ലാം സ്നേഹം അവൾക്ക് മടുത്തിട്ടാണോ എന്നറിയില്ല. മരണത്തെ സന്തോഷത്തോടെയാണ് അവൾ സ്വീകരിക്കാൻ തയ്യാറായത്. കുറച്ച് ദിവസം മുന്നേ വരെയും മരണത്തെ അവൾ ഭയന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൾക്ക് ജീവിക്കാൻ കൊതിയുണ്ട്. അതിൻ്റെ കാരണം ഡോക്ടറും. പ്രണോയ് ഡോക്ടർ പറയുന്നത് 99% അവൾ ആരോഗ്യം വീണ്ടെടുത്ത് വരുമെന്നാണ്. അങ്ങനെ വന്നാൽ ഡോക്ടർ പൂർണ്ണ മനസ്സോടെ അവളെ ഡോക്ടറിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമോ? വന്നാലല്ല, അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റും മുന്നേ എൻ്റേതാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് അനുവാദത്തിനാണ് ഞാനിവിടെ അവളുടെ അമ്മയെ കാണാൻ വന്നത്. അവളെ പൊന്നുപോലെ കരുതുമെന്ന വിശ്വാസത്തോടെ ഞാൻ അനുവാദം തരുക. ഡോക്ടറെ, ദാ ഞാനുണ്ടാക്കിയ ചായയാ. ഡോക്ടറെ, കുറെ നേരമായല്ലോ നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഡോക്ടർ ഒന്നും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നതിനും മറുപടിയില്ല. ശ്രീ, നിന്നെ ഞാൻ കല്യാണം കഴിക്കട്ടെ?
പരശ്രീ, ഡോക്ടറെ, നിനക്കൊരു രോഗമുണ്ടെന്നല്ലേ? എനിക്കത് വിഷയമല്ലെങ്കിലോ? ആ രോഗം കാരണം ഞാൻ മരിച്ചുപോയാൽ ഡോക്ടർ ഒറ്റയ്ക്കാവില്ലേ? ഞാൻ എത്ര കാലം ജീവനോടെ കാണുമെന്ന് ശ്രീക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അത് ഒരുപക്ഷെ ശ്രീയേക്കാൾ മുന്നേ ഞാൻ മരിച്ചാലോ? നമ്മളല്ല ശ്രീ നമ്മുടെ ആയുസ് തീരുമാനിക്കുന്നത്. ശ്രീ, ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പോൾ നിന്റെ ഡോക്ടർ നിന്നെ ഡോക്ടറുടെ മാത്രം ശ്രീയാക്കാൻ പോകുവാണേ. സോറി അമ്മ, ഇത്രയും വളർത്തി വലുതാക്കിയതിന്റെ നന്ദികേടായിട്ട് ഇതിനെ കാണരുത്. എനിക്ക് അവളെ ഒന്നിന്റെ പേരിലും ഉപേക്ഷിക്കാൻ കഴിയില്ല. പപ്പയുടെ വാശിയാണ് അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കാത്തതിന്റെ കാരണം. അല്ലാതെ അമ്മയ്ക്ക് ഞങ്ങളോട് പരിഭവമില്ല എന്നാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് ഞങ്ങളുടെ അടുത്ത് വരാം. വരുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും അവളെ എന്താ ഞാൻ വിട്ടുകളയാഞ്ഞതെന്ന്. ശ്രീ, ആരെയാ നോക്കുന്നത്? ഡോക്ടറുടെ അച്ഛനും അമ്മയും. അവര് വരില്ല. എന്നെ ഇഷ്ടമല്ലാത്തോണ്ടാണോ? ശ്രീക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് ശ്രീയെ ജീവനാണ്. നമുക്ക് ജീവിക്കാൻ അതുപോരെ? അകനക അകനക മുഗനകയേ മുഗനക മുഗനക മുരുനകയേ മുരുനക മുരുനക തരുനകയേ തരുനക തരുനക വരുനലയേ യാരത് യാരത് പുന്നകൈ കോപ്പത് യാരത് യാരത് പുന്നകൈ കോപ്പത് അകനക അകനക മുഗനകയേ മുഗനക മുഗനക മുരുനകയേ മുരുനക മുരുനക തരുനകയേ തരുനക തരുനക വരുനനയേ. ശ്രീ, ശ്രീ, അകനക അകനക മുഗനകയേ മുഗനക മുഗനക മുരുനകയേ മുരുനക മുരുനക തരുനക ശ്രീ, ഡോക്ടർ നസ്രീ, എനിക്ക് കൂടെ ഉണ്ടാകും. യാരത് യാരത് പുന്നകൈ കോർപ്പത് അരേ വിദ്യ വിമല ശാലിനി. എടാ എടാ, ഒന്ന് ഒതുങ്ങു നീ. ഒതുങ്ങിയാണല്ലോ ഞാൻ നടക്കാറ്. അതുകൊണ്ടാകും മറ്റു ഡിപ്പാർട്ട്മെന്റിലെ പെൺപിള്ളേരൊക്കെ നിന്നെ ചോദിക്കാൻ തുടങ്ങിയത്. ഈസ് ഇറ്റ് ട്രൂത്ത്? എന്താ ചോദിച്ചേ? പറ. നിന്നെ വല്ല ഊളംപാറയിൽ നിന്ന് ഇറക്കുമതി ചെയ്തയാണോന്ന്. അതെന്താ ആ ചോദിച്ചവളുടെ അച്ഛന്റെ വീട് അവിടെ വല്ലതും ആണോ? ദാ, എന്നാലും നീ ഇവിടെ ജോയിൻ ചെയ്തിട്ട് എത്ര മാസമായടാ? 3 or 4. അതിനിടയിൽ ഇത്രയും പെൺപിള്ളേരെ നിന്നെ നോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടാലന്റ്. പിന്നെ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് എന്റെ നമ്പർ ആർക്കും കൊടുക്കരുത്. വയ്യ എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ. അയ്യടാ, നിന്റെ നമ്പർ ആർക്ക് വേണോന്നാ? എന്റെ ഫാൻസ് ഒരുപാട് കാണുമല്ലോ. നിനക്ക് എല്ലാ പെൺപിള്ളേരുടെ ഇടയിൽ ഇങ്ങനെ മേഞ്ഞു നടക്കണമെന്നേ ഉള്ളൂ.
ആരെയും ആ ഉള്ളിലോട്ട് കയറ്റണമെന്നില്ല. സേഫ്റ്റി വിട്ടൊരു കളി ആദ്യത്തിനില്ല മോളെ. കളിക്കളത്തിലിറങ്ങി കളിക്കാനാണോ എളുപ്പം, ഗാലറിയിൽ ഇരുന്ന് കമന്റ് പറയാനാണോ എളുപ്പം? പാവം പെൺപിള്ളേർ ഇതുപോലെ അറിയുന്നുണ്ടോ? അവര് നോക്കുമ്പോൾ സുന്ദരനായ ഒരു ചേട്ടൻ എന്നെ നോക്കുന്നു, കണ്ണിറുക്കി കാണിക്കുന്നു, ചിരിക്കുന്നു. എന്നാൽ ചേട്ടനോ ഒരേ സമയം 10 പെൺപിള്ളേർക്കാ ഇതൊക്കെ ആവശ്യത്തിലധികം വാരി വിതറുന്നത്. ഇത്രയും വിശാലമായ ഒരു മനസ്സ് എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനു കുറയ്ക്കണം? സ്നേഹം വേണ്ടുന്നവർക്ക് സ്നേഹം, അറ്റൻഷൻ വേണ്ടുന്നവർക്ക് അറ്റൻഷൻ കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ. അതാണ് എന്റെ ഒരു ലൈൻ. അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് എല്ലാം അങ്ങ് കൊടുക്കാനും വേണ്ടി ഞാൻ അത്ര ക്രൂരനല്ല. ഈക്വാളിറ്റി പ്രസംഗിച്ചാൽ മാത്രം മതിയോ? ഓടാ മോനെ, മതി മതി. അപ്പോൾ ഗേൾസ് പാക്കല ആയെന്നെ പോക്കടവേ, ഒരു ഇൻഇക്വാളിറ്റി വണക്കുന്നുണ്ടേ. പടി KR മീരയുടെ ഖബർ വായിച്ചിട്ടുണ്ടോ? എന്റെ പൊന്ന ആദി, പുസ്തകങ്ങളെ കുറിച്ചല്ലാതെ തനിക്ക് മറ്റൊന്നും എന്നോട് ചോദിക്കാനും പറയാനും ഇല്ലേ? പുസ്തക ലോകമല്ലേ നമ്മുടെ സൗഹൃദത്തിന് വഴിവെട്ടിയത് എന്നും പറഞ്ഞ് നമ്മൾ രണ്ടും വായിച്ചു തള്ളിയ പുസ്തകങ്ങൾ മാത്രം പരസ്പരം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നാ മതിയോ? നമുക്ക് പരിചയപ്പെടണ്ടേ? ആദി പോയോ? എന്നെ ആർക്കും ഇഷ്ടമാകാറില്ല. എന്നോട് ആർക്കും കൂട്ടുകൂടാനും ഇഷ്ടമില്ല. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എന്റെ നമ്പർ തരുമോ? എനിക്ക് തന്നോട് കൂട്ടുകൂടാൻ ഇഷ്ടമായിട്ടല്ലേ? തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ തന്നിലേക്ക് എത്താനുള്ള ഒരു വഴി ഞാൻ തന്നെ കണ്ടെത്തിയത്. എനിക്കെന്റെ അമ്മ മാത്രമേ കൂട്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഞാനും. ഓ ഗോഡ്, സൂറി എന്റെ ഒരു ഫ്രണ്ട് വരുന്നു. കണ്ടാൽ സീന, നൈറ്റ് വരാം. എന്താടാ? എന്ത്? കുറച്ചു ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നീ എന്തൊക്കെയോ മറയ്ക്കുന്നു. ആകെ മൊത്തത്തിലൊരു കള്ള ലക്ഷണം. അത് നിന്റെ കണ്ണിന്റെ പ്രശ്നം. എന്റെ കണ്ണ് വർക്കിംഗ് കണ്ടീഷനില്ല. ഇല്ലെങ്കിൽ ഒളിച്ചും പാത്ത് നീ ആർക്കോ മെസ്സേജ് അയക്കുന്നത് എന്റെ കണ്ണുകൾ ഒപ്പിയെടുക്കില്ലായിരുന്നല്ലോ. ആർക്ക് മെസ്സേജ് അയച്ചെന്നാ? നീ പലപ്പോഴായിട്ട് പലതാവും കണ്ടത്. ഇപ്പോൾ തന്നെ എനിക്കൊരു സാധനം ആമസോണിൽ തപ്പുമായിരുന്നു. പിന്നെ എനിക്കാണോ മെസ്സേജ് അയക്കാൻ പഞ്ഞം? നിനക്ക് മെസ്സേജ് അയക്കാൻ പഞ്ഞം കാണില്ല. പക്ഷേ നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് കൂട്ടാളെ. കുറച്ച് മാസങ്ങളുടെ സൗഹൃദമേ നമുക്കിടയിൽ ഉള്ളൂ എങ്കിലും ഐ ആം ഷുവർ എന്തോ കാര്യമായിട്ട് നിനക്കുണ്ടായിട്ടുണ്ട്. അയ്യോ, ഇന്ന് ക്യൂട്ടിയെ കണ്ടില്ല. ഞാനൊന്ന് തപ്പട്ടെ. എന്തോ ചുറ്റിക്കളി ഇല്ലാതില്ല. തനിക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ഇല്ല അല്ലേ? ഞാൻ ഉപയോഗിക്കാറില്ല. അതെന്താ? ആവശ്യം വന്നിട്ടില്ല. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമല്ലേ വാട്സപ്പ്? പഠനം ബന്ധപ്പെട്ട് എനിക്ക് ആവശ്യങ്ങളൊന്നും അതിനെ കൊണ്ട് തൽക്കാലമില്ല. പിന്നെ അതിലൂടെ ചാറ്റ് ചെയ്യാൻ എനിക്ക് ആരുമില്ല. ഇപ്പോൾ ഞാനില്ലേ? നമ്മൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെ ചാറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് മെസ്സേജ് പോലെയാണോ വാട്സപ്പ് ചാറ്റിംഗ്? ഓക്കെ, ലീവ് ഇറ്റ്. തനിക്ക് വാട്സപ്പ് മെസ്സേജ് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാനൊന്ന് തന്നെ വിളിച്ചോട്ടെ. അറ്റ്ലീസ്റ്റ് തന്റെ ശബ്ദമെങ്കിലും ഞാൻ കേൾക്കട്ടേടോ. വിളിച്ചിട്ടും കാര്യമില്ല. മറുവശത്ത് നിന്ന് കാറ്റിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയൂ. എന്തേ സംസാരിക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ ഈ സൗഹൃദം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ മനസ്സിലായോ എന്താ എനിക്ക് കൂട്ടില്ലാത്തതെന്ന്? ആർക്കും ഇഷ്ടമല്ല എന്നെ ഒപ്പം ചേർക്കാൻ. സാരമില്ലടോ, താനെങ്കിലും എനിക്ക് ഇത്രയും നാൾ പരിഗണന തന്നല്ലോ, അത് മതി എനിക്ക്.
അല്പം സന്തോഷിക്കാം. എടോ ആദ്യം താനിത് കാട് കയറി എങ്ങോട്ടാ പോലെ? ഞാൻ പറഞ്ഞോ എനിക്ക് ഈ സൗഹൃദം വേണ്ട എന്ന്. ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേ തന്നെ കണ്ടെത്തിയത്. അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ അന്തം ഒന്നിനും തുടക്കമിട്ടത്. തനിക്ക് ഞാൻ കംഫർട്ടബിൾ ആണോ? താൻ എനിക്ക് കംഫർട്ടബിൾ ആണോ? ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ. പിന്നെ തന്നെ പോലെ സംസാരശേഷിയില്ലാത്ത ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ലടോ. നമ്മൾ ഇതുവരെയും നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? മെസ്സേജ് മാത്രം കൈമാറുന്നവർക്ക് പേരിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. എനിക്ക് തന്നെ അന്തമെന്ന് അഭിസംബോധന ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. എനിക്കും താൻ ആദിയാണ്. എങ്കിലും പേരറിയാൻ ഒരു കൊതി. എന്താ പേര്? ആദിത്യ. നൈസ്. ഫോൺ ഡിസ്പ്ലേ അടിച്ചു പോയോ? ഡിസ്പ്ലേ ശരിയാക്കാതെ തനിക്കിനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോ കരയാതെ. ക്യൂട്ടി സോറി. താനിങ്ങനെ കരഞ്ഞ് സീനാക്കാതെടോ. ഞാൻ ശ്രദ്ധിച്ചില്ല ക്യൂട്ടി, സോറി. തനിക്ക് വേണ്ടാന്ന് പറയരുത്. ഞാനല്ലേ തന്റെ ഫോൺ നശിപ്പിച്ചത്. എനിക്കറിയാം അത് നന്നാക്കി ഉപയോഗിക്കാമെന്ന്. പക്ഷെ എനിക്ക് താൻ ഇതെന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇല്ലെങ്കിൽ എനിക്ക് വിഷമമാകും. പ്ലീസ് ക്യൂട്ടി, ഔദാര്യമായിട്ട് കാണാതെ എന്റെ പ്രായശ്ചിത്തമായിട്ട് ഇതിനെ കാണണോ? താങ്ക് യു ക്യൂട്ടി. പിന്നെ ക്യൂട്ടി, താൻ കരയുമ്പോഴും ക്യൂട്ടാണ് കേട്ടോ. തന്നെ ഞാനങ്ങ് തിന്നട്ടെ. മനസ്സിലെ സ്വരങ്ങളെ പ്രണയമെഴുതിയ നീ കോളേജിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഈ ഇരിപ്പാണല്ലോ ആദി. ഇതിനും വേണ്ടി ഈ ഫോണിൽ നോക്കിയിരിക്കാൻ എന്താ? ഈ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ലേ? പിന്നെന്താ പ്രശ്നം? നല്ല വിലയുള്ള ഫോണാണെന്ന് തോന്നുന്നു. പാവം മോൻ, ഇത് വേണ്ടിയിരുന്നില്ല. നീ ഇങ്ങനെ ഇത് നോക്കിയിരിക്കാതെ വാ ആദി കഴിക്കാൻ. അമ്മ നിനക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ഉണ്ടാക്കിയിരിക്കുന്നേ. വാ ആദി. ഓക്കെ, 5 മിനിറ്റ്. അതിനുള്ളിൽ നിന്നെ ഭക്ഷണം കഴിക്കാൻ കണ്ടേക്കണം. എന്താ മെസ്സേജ് അയക്കാൻ ഇത്രയും വൈകിയത്? ഞാൻ വൈകിയെന്നോ? നന്നായിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക്, രാത്രി, ഇന്ന് രാവിലെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ കരുതി എന്നോട് പിണക്കമായിരിക്കുമെന്ന്. അവസാനമായിട്ട് ഒരു മെസ്സേജ് കൂടി അയക്കാമെന്ന് വെച്ച് ഇട്ടതാ. ഇപ്പോൾ ഇതിനെങ്കിലും റിപ്ലൈ തന്നല്ലോ. എന്റെ പഴയ ഫോൺ കേടായിപ്പോയി. പുതിയ ഫോണായിപ്പോൾ. എന്റെ കയ്യിൽ നമ്പർ ഇല്ലാതായിപ്പോയി. ഞാൻ ഈ ഫോൺ കിട്ടിയപ്പോൾ മുതൽ മെസ്സേജ് നോക്കുമായിരുന്നു.
ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോടോ. ഐ തോട്ട് ഐ ലോസ്റ്റ് യു. ഇപ്പോഴാ സമാധാനമായ. എനിക്കും ഇപ്പോഴാ ശ്വാസം വീണത്. ശരിക്കും ആദി, ആർ യു ബ്ലഷിംഗ്? नए नए नैना मेरे ढूंढे हैं, दर बदर क्यों तुझे। नए नए मंजर ये तकते हैं, इस कदर क्यों मुझे। जरा जरा फूलों से झड़ने लगा दिल मेरा, जरा जरा कांटों से लगने लगा दिल मेरा। मैं परेशान 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 परेशान, आतिशे वो कहाँ। मैं परेशान 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 परेशान, रंजिशे है धुआं। गश खा के गलियां मुड़ने लगी है, मुड़ने लगी है। राहों से तेरी जुड़ने लगी है, जुड़ने लगी है। जो बारी सारे ये मीलों के मारे से पूछे है तेरा पता, जरा जरा चलने से थकने लगा दिल मेरा। जरा जरा उड़ने को करने लगा दिल मेरा। मैं परेशान 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 परेशान, दिलकशी का समा। मैं परेशान 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 परेशान, ख्वाहिशों का समा। ആദി, എന്താ ഇങ്ങോട്ട് നോക്കടാ. എന്താ എന്റെ മോനൊരു ചിരിയും കളിയും? അമ്മ കുറച്ചു നാളായിട്ട് ശ്രദ്ധിക്കുന്നു. ഒന്നുമില്ലേ ആദി? അമ്മയോടാണോ നിന്റെ കള്ളം? എന്തോ സന്തോഷം എന്റെ മോന് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും സാധനമാണോ? അതോ ആരോ സന്തോഷം തരാൻ കൂടെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനൊന്നുമില്ലേ? പിന്നെ എന്താണാവോ ഈ ഒളിച്ചുകളിയുടെ അർത്ഥം? അമ്മയുടെ ആദി എന്തൊക്കെയോ അമ്മയിൽ നിന്ന് മറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആരാ? അമ്മയോട് പറ. ആദി. പിന്നെ പറയാമെന്ന് പറഞ്ഞ് പറ്റിക്കോ അമ്മേ? പ്രോമിസ്? അമ്മ വെയിറ്റ് ചെയ്യുവാണേ ആദിയുടെ ഈ സന്തോഷത്തിന്റെ കാരണം അറിയാൻ. ഈശ്വര, വെറും പാവം എന്റെ കുഞ്ഞ്. അതിന് വെറുതെ പ്രതീക്ഷകൾ കൊടുക്കരുതേ. ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. ഇനിയും വേദനിപ്പിക്കാനാണ് നീ ഈ സന്തോഷം അവന് കൊടുക്കുന്നതെങ്കിൽ വേണ്ട. അവന്റെ ലോകത്തിൽ അവൻ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. ക്യൂട്ടിയേ, ക്യൂട്ടിക്ക് ഏത് നേരവും വായിക്കാനും എഴുതാനുമേ ഉള്ളോ? ക്യൂട്ടിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? എവിടുന്ന്? ഇഷ്ടം തോന്നി കൂട്ടുകൂടാൻ വന്നവരെ വരെ ഓടിച്ചു വിടുന്ന ക്യൂട്ടിക്ക് ആരോട് പ്രണയം തോന്നാനാ? നോക്കണ്ട, ഞാൻ എന്റെ കാര്യം തന്നെ പറഞ്ഞത്. ഒന്ന് കൂട്ടുകൂടാൻ എത്ര നാളായിട്ട് ഞാൻ പുറകെ നടക്കുക. ഈ നടപ്പ് ഞാൻ ഏതെങ്കിലും പെൺപിള്ളാരുടെ പുറകെ നടന്നിരുന്നെങ്കിൽ മിനിമം ഒരു 10 എണ്ണമെങ്കിലും മൂക്കും കുത്തി വീണേനെ. സത്യം. ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ പുറകെ നടക്കാൻ.
എന്നെ ടൈപ്പ് ചെയ്ത് കേൾപ്പിക്കാനാണ് ഇപ്പോൾ ഫോൺ എടുത്തതെങ്കിൽ വേണമെന്നില്ല. തന്റെ പുറകെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് എനിക്കിഷ്ടം. ഒപ്പം നടക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ പുറകെ നടക്കുന്നു. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോയത്. എന്റെ നാളത്തെ കുറിച്ച് വല്ലതാണ് ടൈപ്പ് ചെയ്യാൻ വരുന്നതെങ്കിൽ LHS = എനിക്ക് നാണമില്ല, RHS = എനിക്ക് നാണമില്ല, LHS = RHS hence proved എനിക്ക് നാണമില്ല. എനിക്ക് കുറച്ച് സമാധാനം തരുവോ? അതല്ലേ ഇനി ടൈപ്പ് ചെയ്യേണ്ടത്. ക്യൂട്ടിക്ക് സമാധാനമല്ല, എന്റെ സ്നേഹം മുഴുവൻ തരാലോ. എന്റെ ക്യൂട്ടിക്കല്ലാതെ പിന്നെ ഞാൻ ആർക്കാ ഇതൊക്കെ കൊടുക്കേണ്ടത്? ഇപ്പോഴെന്താ ടൈപ്പ് ചെയ്തത്? എന്ത് പണിയാ ക്യൂട്ടി താൻ ചെയ്യുന്നത്? തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയല്ലയോ തന്റെ സ്ഥിരം ഡയലോഗുകൾ തന്നെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിക്കാതെ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു. അതിനുള്ള മറുപടിയും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തരുന്നത്. അപ്പോൾ ദാ പുതിയ ഡയലോഗ്. ഇനി ഞാൻ ഇതും ഇരുന്ന് പഠിക്കണമല്ലോ എന്റെ ക്യൂട്ടി. എന്റെ ക്യൂട്ടിക്ക് വേണ്ടിയല്ലേ ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇങ്ങനെ കണ്ണു വീഴ്ച നിൽക്കാതെ ആ ടൈപ്പ് ചെയ്ത് വെച്ചത് കേൾപ്പിക്ക് ക്യൂട്ടി, പഠിക്കട്ടെ ഞാൻ. ഹേ ക്യൂട്ടി, താൻ ഇതെവിടെ പോകുന്നു? ക്യൂട്ടി, അതൊന്ന് കേൾപ്പിക്കടോ. നെക്സ്റ്റ് ടൈം അതിൽ കുറിച്ച് തനിക്ക് ടൈപ്പ് ചെയ്താൽ പോരെ? പ്രണയത്തിൻ നൂലിഴകൾ പിണങ്ങുന്നു ചേരും നാൾ, മോഹത്തിൽ പൂക്കൾ കോർത്ത ഹാരമാകും നാം. ഒരു സാഗര സംഗമം കിനാവ് കാണും ഇരു കൈവഴികൾ നാം. വാടി നെരുങ്ങി പാപ്പം പലകി. You're the one, the only one. Baby, you're one of a kind. This is our time, baby, you know what I want, know what I want. Girl, you're super fine, you should be mine. What can I get you out of my mind? This is our time, baby, you know what I want, know what I want. Nalagilan, nidayam da, nilayay marada marada. Manjidavam, manjidavam, varugade, varugade. Valiyilan, payanam van, tidayan, nandinananda. Manjidavam, manjidavam, sagarade, pagarade. അത് വെറുതെ എന്തെങ്കിലും പറയാനില്ലാതെ ആദ്യം എന്നെ അന്തം എന്ന് വിളിക്കില്ല. പറഞ്ഞു, നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ആദ്യക്കെന്താ തോന്നുന്നു? സാഹചര്യം പോലും നോക്കാതെ എപ്പോഴും മെസ്സേജ് അയക്കുന്നു, പരസ്പരം മറ്റേയാളിലൂടെ സന്തോഷം കണ്ടെത്തുന്നു, ഒന്നും പറയാതെ തന്നെ പരസ്പരം മനസ്സിലാക്കുന്നു. ഇനിയും ആദ്യക്ക് നമ്മുടെ ബന്ധത്തെ നിർവചിക്കാൻ കഴിയുന്നില്ലേ? ഒന്ന് ആഗ്രഹിക്കാൻ പോലും എനിക്ക് പേടിയാ. വേദന മാത്രമേ അവസാനം കിട്ടൂ. വേദനിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മോഹങ്ങൾക്ക് ജീവൻ നൽകേണ്ടതുണ്ടോ? ഒന്ന് ജീവൻ നൽകി നോക്ക്. ഉടലെടുക്കുന്ന മോഹങ്ങളെ ഒന്നും നശിപ്പിക്കേണ്ടതില്ല ആദി. മോഹങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിന്റെ വിധി നിന്റെ തെറ്റല്ല, നിന്നിൽ പിറന്നതും നിന്റെ മോഹങ്ങളുടെ തെറ്റല്ല. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, നിന്റെ മോഹങ്ങൾക്ക് നിറമേകാൻ ഞാൻ ഒപ്പം ഉണ്ടാകും. ഓരോ തവണ ഉറപ്പ് നൽകുമ്പോഴും എൻ്റെ ചങ്കിന് കനം കൂടുന്ന പോലെ. എൻ്റെ അമ്മയ്ക്കല്ലാതെ ആർക്കെങ്കിലും എന്നെ സ്നേഹിക്കാൻ പറ്റൂ? കുപ്പയിലെ മാണിക്യം അങ്ങനെയൊന്നും ആർക്കും സ്വന്തമാകില്ല ആദി. കുപ്പയിലും മാണിക്യം കാണുമെന്ന് ചിന്തിക്കുന്നവരെ കുപ്പയിൽ അന്വേഷിക്കും. നിന്റെ അന്തം കുപ്പയിൽ കണ്ട വെളിച്ചം വർണ്ണക്കടലാസിന്റെ തിളക്കമല്ല, എന്തോ വിലപിടിപ്പുള്ളതിന്റെ ശോഭയാണെന്ന് തിരിച്ചറിഞ്ഞ ആളാണ്. കഷ്ടപ്പെട്ട് കുപ്പയിൽ നിന്ന് മാണിക്യം കണ്ടെത്തിയിട്ട് അതാരെങ്കിലും വലിച്ചെറിയുമോ? ഞാൻ കുപ്പയിലെ മാണിക്യമാണ്. അതെ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുപ്പയിൽ നിന്ന് കണ്ടെത്തിയ എന്റെ മാണിക്യം. ഈ ആദിക്ക് പൂർണ്ണതയേകാൻ അന്ത കൂടെ ഉണ്ടാകുമെന്ന് ഞാനത് വിശ്വസിക്കൂ. നമുക്കിടയിലെ മറ നീക്കാൻ സമയമായില്ലേ അന്തം? ആദ്യം അന്തം എന്നാ കണ്ടുമുട്ടുന്നത്? ആദ്യം അന്തവും കണ്ടുമുട്ടോ ആദി? അതെങ്ങനെ സംഭവിക്കും? ആദ്യം അന്തവും കണ്ടുമുട്ടിയാൽ പിന്നെ ഈ പ്രപഞ്ചമുണ്ടോ? അന്തം കാര്യം പറ. ആദി, എന്നെ അമ്മ വിളിക്കുന്നു, ഇതാ വരുന്നേ.
നമുക്ക് കാണണ്ടേ അന്തം? ഞാൻ നാട്ടിലില്ല. എന്നാ നമ്മൾ കാണുന്നത്? എനിക്കിപ്പോൾ എക്സാം സമയമാണ് ആദി. നമ്മൾ കാണില്ലേ അന്തം? നമ്മുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള തടസ്സം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ അതുമാത്രം ദൈവം നീട്ടിവെക്കുന്നത്? മനോഹരമാകും എന്നുറപ്പുള്ളതെല്ലാം ദൈവം സമയമെടുത്ത് നടപ്പാക്കുവാതി. മാരിക്കൈകളാൽ വാനം മണ്ണിനെ തലോടുമ്പോൾ, സാഗരം തിരകളാൽ കരയെ ചുംബിക്കുമ്പോൾ, സൃഷ്ടിസ്ഥിതിയിലൂടെ സംഹാരത്തിലെത്തുമ്പോൾ, ആദി അന്തത്തിലേക്ക് എത്താൻ വൈകുന്നതാണ് ആശ്ചര്യം. അതിഥി, എടോ നിക്കടോ. എടോ, താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സോറി എടോ. എനിക്ക് ആണെന്നും പെണ്ണെന്നുമില്ല. ഞാൻ എല്ലാവരുമായിട്ടും കൂട്ടുകൂടും. ഒരു സൗഹൃദം എന്നതിനപ്പുറം എനിക്ക് പറ്റില്ലടോ. എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാ. റിലേഷൻഷിപ്പ് ഒക്കെ വന്നാൽ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ പോലെ ആകും. എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. എനിക്കിങ്ങനെ പാറി പറന്ന് നടക്കണം. നോ പ്രോമിസസ്, നോ ടെൻഷൻ, നോ കമ്മിറ്റ്മെന്റ്സ്, നോ അറ്റാച്ച്മെന്റ്സ്. ടോട്ടലി ഫ്രീ. എനിക്ക് ഒരാളിൽ തൂങ്ങിക്കിടക്കുന്നതിനേക്കാൾ ഇഷ്ടം എല്ലാവരോടും ഒപ്പം ഒരു അറ്റാച്ച്മെന്റും കീപ്പ് ചെയ്യാതെ എൻജോയ് ചെയ്ത് നടക്കുന്നതാ. തനിക്ക് പറ്റിയ ഒരാളേ അല്ല ഞാൻ. വെറുതെ തന്റെ സ്നേഹം റോങ് പേഴ്സണിന് വേണ്ടി പാഴാക്കണ്ട. യു ആർ എ നൈസ് ഗേൾ, സുന്ദരി. യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ഗുഡ് പയ്യൻ. ആൻഡ് ചമ്മലൊന്നും വേണ്ട. നമ്മൾ ഇനിയും പഴയതുപോലെ ഗുഡ് ബഡീസ്. No promises, no tension, no commitments, no attachments, totally free. നമ്മൾ ഇന്ന് കാണുന്നേ? Why so hurry, Adi? We will meet. എന്റെ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞോട്ടെ. ഇപ്പോൾ എന്റെ ആദി പോയി പുസ്തകം വായിക്കും, അല്ലെങ്കിൽ കവിത എഴുതി. ആരാ ഏത് എന്നറിയാതെ തന്നെ വിശ്വസിച്ചു, സ്നേഹിച്ചു പോയി. അന്ന് അയാളെ പോലെ താനും